3:30 മുതൽ 5 വരെ എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൽ ഒതുക്കാൻ ശ്രമിക്കാം. ഓക്കെ, തുടങ്ങാം. സുഹൃത്തുക്കളെ, ഇന്നിവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യം തന്നെ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിനും അധ്യക്ഷം വഹിക്കാൻ ക്ഷണിച്ചതിനും നന്ദി പറയുന്നു അക്കാദമി ഭാരവാഹികളോട്. പൊതുവേദികളിൽ ഇങ്ങനെ വലിയ ചർച്ചകളിലൊന്നും പങ്കെടുത്ത് എനിക്ക് വലിയ ശീലമൊന്നുമില്ല. എഴുതുക എന്നുള്ളതല്ലാണ്ട് പിന്നെ അഥവാ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്ത വിവർത്തനങ്ങളെ പറ്റിയാണ് സാധാരണ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഒരു പൊതു വിഷയമായതുകൊണ്ട് ആഖ്യാനങ്ങൾ വിവർത്തനം ചെയ്യുമ്പോൾ എന്നുള്ള ഒരു വലിയ വിഷയമായതുകൊണ്ട് അങ്ങനെ പോരല്ലോ. ഇവരെല്ലാവരും കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി ഇവരെല്ലാവരും പറയും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അങ്ങോട്ട് തുടങ്ങുകയാണ്. ചർച്ചയുടെ വിഷയം ഇതാണല്ലോ. ആദ്യത്തെ ചോദ്യം, ഞങ്ങളോട് ചോദിക്കാവുന്ന ചോദ്യം, എന്തിന് വിവർത്തനം ചെയ്യുന്നു എന്നാണ്. ഒരു എവറസ്റ്റ് കയറാൻ ഉദ്യമിക്കുന്ന ഒരു പർവ്വതാരോഹകനോട് ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു എന്ന് കേട്ടിട്ടുണ്ട്, എന്തിനാപ്പോൾ എവറസ്റ്റ് കയറണമെന്ന്. അപ്പോൾ അങ്ങേരുടെ ഉത്തരം ഇതായിരുന്നു, അതവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുപോലെയാണ് പുസ്തകം എന്തിന് ആ പുസ്തകം ഇവിടെ ഉണ്ട്, അത് കൂടുതൽ ആളുകൾ വായിക്കണമെന്നുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശം, വിവർത്തകൻ്റെയോ വിവർത്തകയുടെയോ. എൻ്റെ മുമ്പിൽ ഈ പുസ്തകങ്ങൾ വന്ന് നിൽക്കുന്നു, എനിക്കിഷ്ടമുണ്ടാവുക, മറ്റുള്ളവരും കൂടി ഇത് വായിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട് എന്നുള്ളതാണ് ആലോചിക്കാതെ പറയാവുന്ന ഉത്തരം. ഈ ചെറിയ സ്ഥലത്തൊതുങ്ങുന്ന ഭാഷ, വളരെ നല്ല ആഖ്യാനങ്ങളും കഥകളും കവിതകളും എല്ലാം ഉണ്ട്. പക്ഷേ ഈ ആഖ്യാനം എന്നുള്ളത് ഞാൻ എടുത്തിരിക്കുന്നത് ഗദ്യത്തിലുള്ള ആഖ്യാനങ്ങളെ പറ്റിയാണ്. ഒരു ചെറിയ അഹങ്കാരം നമ്മളുടെ ഈ സമ്പത്തിനെ പറ്റി ഉള്ളത് കൊണ്ടുകൂടിയാണ് നമ്മൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഈ കഥകൾ, ഈ നോവലുകൾ, ഈ കവിതകൾ മലയാളം അറിയാത്തവർ കൂടി വായിച്ചാൽ കൊള്ളാം, അവർ കൂടി ഇതിൽ രസിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇത് ചെയ്യുന്നത്. പിന്നീട് ഇത് മറ്റൊരു ഭാഷയിലാക്കുമ്പോൾ അതിന് ഈ ക്രോസ് വേർഡ് പസിലും ഇതൊക്കെ ചെയ്യുന്ന ഒരു ചാലഞ്ചുണ്ട്. ആ വാക്കിനോട് ഈ വാക്ക് കൂട്ടി വെച്ചാൽ അത് ശരിയാവോ, അതിൻ്റെ വെയ്റ്റ്, അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ സൗന്ദര്യം എല്ലാം ഒരുപോലെ ആവോ എന്ന് നോക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു രസമുണ്ടല്ലോ, ആ ഒരു ചാലഞ്ചിൻ്റെ, അതും കൂടി ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ആകസ്മികമായാണ് വിവർത്തനം തുടങ്ങിയത്. മലയാളം അറിയാത്ത സ്നേഹിതർക്ക് വേണ്ടി നമ്മൾ ഓരോ പുസ്തകം വായിച്ചാൽ ഇങ്ങനെ അതിനെപ്പറ്റി പറയുമല്ലോ. അങ്ങനെ ഇട്ടിച്ചിരി എന്ന കഥാപാത്രത്തെ പറ്റി ഒരുപാട് പറഞ്ഞപ്പോൾ മാടമ്പ് കുഞ്ഞോട്ടിൻ്റെ അവർ പറഞ്ഞു, ഇത് ശരിക്കും വായിക്കാൻ പറ്റിയാൽ നന്നായിരുന്നു എന്ന്. കുറച്ച് സമയം കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ ഇരുന്ന് അത് ചെയ്തു. പിന്നെ അങ്ങനെ ഓരോന്നും ആകസ്മികമായി തുടങ്ങിയ ഒരു ജോലിയാണ്. ആകസ്മികമായി തന്നെയാണ് അത് പബ്ലിഷ് ചെയ്തതും. ഞാനത് പബ്ലിഷർക്ക് അയച്ച് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ എനിക്ക് ഈ വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കളോട് ഇതുകൂടി ചോദിക്കാണ്ട് എങ്ങനെ ഇത് തുടങ്ങി എന്നുള്ളത്, ഈ വിവർത്തനം എന്നുള്ള ഒരു രീതി എങ്ങനെ തുടങ്ങി എന്നുള്ള. കാരണം കവികൾ പൊതുവേ മറ്റുള്ളവരുടെ കവിതകൾ തർജ്ജമ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വേറെ ഭാഷകളിൽ നിന്ന് അവനവൻ്റെ കവിത എഴുതുമ്പോൾ തന്നെ അവർ വേറെ ഭാഷകളിൽ നിന്നുള്ള കവിതകൾ തർജ്ജമ ചെയ്ത് കണ്ടിട്ടുണ്ട് പണ്ട് മുതലേ. പക്ഷെ ഒരു നോവലിസ്റ്റ് വേറൊരു നോവലിസ്റ്റിൻ്റെ കഥയോ നോവലോ തർജ്ജമ ചെയ്തതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ അറിയില്ല. ഇവരാരെങ്കിലും സ്വന്തം എഴുതാറുണ്ടോയെന്നും എനിക്കറിയില്ല. അത്ര കവിത എഴുതുന്ന അറിയാം, പക്ഷേ കഥകളും നോവലുകളും ആരും എഴുതിയതായിട്ട് എനിക്കറിയില്ല. എന്താ ഓക്കെ, തോമസ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഊഹം ചെറുതായിട്ട് തെറ്റി. അടുത്ത ചോദ്യം, എങ്ങനെ ഈ പുസ്തകം തിരഞ്ഞെടുക്കുന്നു ഓരോ പുസ്തകവും എന്നാണ്. എനിക്ക് തോന്നുന്നു പുസ്തകങ്ങൾ വന്ന് നമ്മളോട് പറയും ഇനി എന്നെ ചെയ്തുകൂടെ എന്ന്. അങ്ങനെയാണ് സ്വയം തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല.
ആദ്യത്തെ കുറേ വിവർത്തനങ്ങളെങ്കിലും അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യാതെ പറ്റില്ല എന്ന് തോന്നിയിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് നമുക്കൊരു റെക്കഗ്നേഷനൊക്കെ കിട്ടുമ്പോൾ ആളുകൾ ചിലപ്പോൾ ഇങ്ങോട്ട് പറയും ഇത് ചെയ്തുകൂടെ എൻ്റെ പുസ്തകം, അങ്ങനെയൊക്കെ പറയുമ്പോൾ ചെയ്യും. പിന്നെ എത്ര ഇഷ്ടമുള്ള പുസ്തകമായാലും രാമരാജ ബഹദൂറിനെ പോലെയുള്ളൊരു പുസ്തകം ആരും സ്വന്തം ഇഷ്ടപ്രകാരം തർജ്ജമ ചെയ്യില്ല. അത് കുറച്ച് ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്യിപ്പിച്ച പുസ്തകമാണ്. പിന്നെ ഈ പുസ്തകങ്ങളെല്ലാം എളുപ്പമൊന്നും ആയിരുന്നില്ല. എല്ലാ പുസ്തകവും ഓരോ പുസ്തകവും ഓരോ തരത്തിലുള്ള വെല്ലുവിളി ഉയർത്തുന്ന പുസ്തകങ്ങളാണ് ഞാൻ ചെയ്തത്. തുടങ്ങിയത് 70കളിലാണ്. ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ചാലഞ്ചിങ് തന്നെയായിരുന്നു. ചിലപ്പം മറ്റുള്ളവർക്ക് പറഞ്ഞ് വലിയ നോട്ടൊന്നും ഇല്ലാണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പറ്റാത്ത തരം ആചാരങ്ങളാവാം, വാക്കുകളാവാം. ഇപ്പോൾ ഒരു കവിത ചെയ്യുമ്പോൾ ആചമിക്കുക എന്നൊരു വാക്കുണ്ട്. എനിക്ക് തോന്നുന്നില്ല മലയാളികൾക്ക് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു വാക്കാണ് അതെന്ന്. അപ്പോൾ അങ്ങനത്തെ വാക്കുകൾ തന്നെ ഒരു വെല്ലുവിളിയാണ്. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ രാമരാജ ബഹദൂറിൻ്റെ ഭാഷ വെച്ചാൽ അതിലെ ഭാഷയെപ്പറ്റി ഒരു പുസ്തകം എഴുതേണ്ടി വന്നിട്ടുണ്ട്. അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആണ് അതിൻ്റെ ഭാഷ. മുകുന്ദൻ്റെ മാഹിയാണെങ്കിൽ ഭാഷ വ്യത്യാസമുണ്ടെന്ന് മാത്രമല്ല അവിടുത്തെ ആളുകളുടെ എന്താ പറയുക കാഴ്ചപ്പാട് തന്നെ ഒരു വ്യത്യാസമുള്ള കാഴ്ചപ്പാടാണ്, മറ്റുള്ളവരെ പോലെ അല്ലാത്തൊന്നും. വളരെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളാണ് മിക്കതും. അശ്വത്ഥാമാവിൽ ഇട്ടിച്ചിരിയാണ് കാരണമെങ്കിൽ യക്ഷി എന്ന് പറഞ്ഞ നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഭ്രാന്തിൻ്റെ ഒരു യുക്തി ഉണ്ടല്ലോ. ഒരു ഭ്രാന്തൻ വളരെ യുക്തിപൂർവം ആർഗ്യൂ ചെയ്തൊരു കൺക്ലൂഷനിൽ എത്തണ ഒരു രീതി ഉണ്ടല്ലോ, അതാണ് ആ പുസ്തകത്തിലുണ്ടായിരുന്നത്. പാണ്ഡവപുരത്തിലാണെങ്കിൽ ഈ ലോകവും ഏതോ ഒരു മായാലോകവും കൂടിച്ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥിതി. അതും എനിക്ക് തോന്നുന്നു അന്ന് മലയാളത്തിൽ അത്രയും ഉണ്ടായിരുന്നില്ല. ഈ മാജിക്കൽ റിയാലിസം എന്നൊക്കെ പറയുന്നത് ഇതിലുണ്ട്, ഈ പുസ്തകത്തിലുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ വികൃതികൾ മുകുന്ദൻ്റെന് ഒരു ഗ്രീക്ക് ദുരന്ത നാടകത്തിൻ്റെ തീർച്ചയോടെ നിർബന്ധത്തോടെ കഥാപാത്രങ്ങളെ എല്ലാം സ്വന്തം ദുരന്തങ്ങളിലേക്ക്, ഓരോരുത്തരുടെയും ദുരന്തം ഓരോന്നാണ് എത്തിക്കുന്നത്. ഇൻഎക്സോറബിൾ എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്ന ഒരു ഒഴുക്ക്. ഒരു ദേശത്തിൻ്റെ കഥയിലാണെങ്കിൽ എനിക്ക് കേട്ട് പരിചയമുള്ള പഴയ കോഴിക്കോടിൻ്റെ കഥകളുമാണ് അത് നിറച്ച. പിന്നെ ആ ആഖ്യാനത്തിനൊരു വളരെ ഒരു ഇമ്മീഡിയസി ഉണ്ട്, നമ്മൾ തൊട്ടറിയുന്ന മാതിരിയാണ് പലതും. അപ്പോൾ അത് നമുക്കതുപോലെ വേറൊരു ഭാഷയിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എത്ര പേരത് വായിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അതിലൊരു വെള്ളപ്പം ഉണ്ടാക്കുന്ന സീനുണ്ട്. അത് ആ വെള്ളപ്പം ഒഴിക്കുമ്പോഴുള്ള ശബ്ദം, ആ മാവിൻ്റെ വാസന, പിന്നെ വെള്ളപ്പം ചുടുമ്പുള്ള വാസന, ആ രുചി, വാങ്ങാൻ പോയ ആൾ ആ രുചി ആലോചിക്കുന്നത്, ഓരോ സെൻസിനെയും നമ്മളുടെ ഓരോ ഇന്ദ്രിയത്തിനെയും അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന ഒരു നറേഷനാണത്. അങ്ങനെ ഓരോന്നും. പിന്നെ തീക്കടൽ കടഞ്ഞു തിരുമധുരം ഞാൻ ലാസ്റ്റ് പബ്ലിഷ് ചെയ്തതാണ്. അതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എഴുത്തച്ഛൻ്റെ കഥയൊക്കെ ആ ഭാഷ എങ്ങനെ ജനിച്ചു എന്നുള്ള ആ ഒരു മലയാള ഭാഷ എങ്ങനെ ഇന്നത്തെ നിലയിൽ ജനിച്ചു എന്നുള്ളതാണ് എനിക്ക് ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ ചെയ്ത ഒരു കുട്ടികളുടെ പുസ്തകം MTയുടെ മാണിക്യക്കല്ലായിരുന്നു. അത് കുട്ടിക്കാലത്ത് വായിച്ച ഓർമ്മയും ആ ശരിയായ ഫെയറി ടെയിലിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉള്ള ഒരു ഫെയറി ടെയിലാണത്. രാജകുമാരൻ, മന്ത്രികുമാരൻ, രാജകുമാരി, രാക്ഷസൻ, പറ്റിക്കുന്ന ഒരു സ്ത്രീ, ഒരു ദുർമന്ത്രവാദിനി, അങ്ങനെയൊക്കെ. അവനവൻ ചെയ്ത പുസ്തകങ്ങൾ എപ്പോഴും പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ എനിക്കും അതുപോലെ ഈ പുസ്തകങ്ങളെല്ലാം അതീവ ഭംഗിയുള്ളതാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നല്ലൊരു പുസ്തകം എഴുതി തീരുന്ന എഴുത്തുകാരൻ്റെ അതേ സംതൃപ്തി തന്നെ നല്ലൊരു വിവർത്തകനും ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു അനുഭവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുത്തുകാരനും മുഴുവൻ തൃപ്തിയായിട്ടുണ്ടാവണമെന്നില്ല, ആ ഭാഗം കുറച്ചും കൂടി നന്നാവായിരുന്നു. അതുപോലെ ഞങ്ങൾക്കും പിന്നെയും വായിക്കുമ്പോൾ
അത് കുറച്ചുകൂടി നന്നായിട്ട് എഴുതാമായിരുന്നല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ ഞങ്ങൾക്കും വരാറുണ്ട്. പക്ഷെ എന്നാലും ഈ വിധത്തിലെങ്കിലും മറ്റുള്ളവർക്ക് വായിക്കാൻ തക്കവണ്ണം കൊടുക്കുന്നതിൻ്റെ ഒരു സംതൃപ്തിയുണ്ട്. നോവലുകളും കഥകളും കവിതകളും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ഹ്യൂമർ എന്ന മേഖല ഇതുവരെ ശ്രമിച്ചിട്ടില്ല. VK-നോട് കടുത്ത ആരാധനയുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യാനൊന്നും ആലോചിച്ചിട്ട് കൂടിയില്ല. ഹാസ്യം കുറേ കൂടി സ്ഥലത്തിനും കാലത്തിനും ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്. എനിക്ക് നന്ദകുമാറിനോടൊന്ന് ചോദിക്കാനുണ്ട്, പറയുമ്പോൾ പറഞ്ഞാൽ മതി. ഷെർലക് ഹോംസ് ചെയ്തുല്ലോ, എപ്പോഴെങ്കിലും ജീവ്സിൻ്റെ കഥകൾ തർജ്ജമ ചെയ്യാൻ ശ്രമിക്കുക തോന്നുക ചെയ്തിട്ടുണ്ടോയെന്ന്. വിവർത്തനം എങ്ങനെ ചെയ്യുന്നു, ഞാനൊരു ജനറൽ ഇതായിട്ട് പറയാം. ഇവർ ഓരോരുത്തരും കൂടുതൽ വിപുലമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കും. കുറേ പ്രാവശ്യം വായിച്ച് മുഴുവൻ മനസ്സിലാക്കിയെന്ന് ഉറപ്പ് വരുത്തുക എന്നതാണ് ഏറ്റവും വലിയ കടമ്പ. ഇത് എളുപ്പമല്ല. ബിക്കോസ് a translator is the best reader that an author has എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ട്രാൻസ്ലേറ്റർ വായിക്കുന്ന അതേ താല്പര്യത്തോടുകൂടി അതേ ആഴത്തിൽ വായിക്കുന്ന മറ്റ് വായനക്കാരുണ്ടാവില്ല. കാരണം നമുക്കിത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണല്ലോ. ഇപ്പം എനിക്ക് അനുഭവമുണ്ട്, ഇത്രയൊക്കെ ശ്രദ്ധിച്ച് വായിച്ചിട്ടും തെറ്റിയ അനുഭവമുണ്ട്. ഞാൻ രാമരാജ ബഹദൂർ ചെയ്യുമ്പോൾ ഒരു 2-3 പേജ് ചെയ്തു. തർജ്ജമയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ 3-4 പേര് എക്സ്പേർട്സ് CV-നെ പറ്റി നല്ലോണം അറിയുന്നവർ വായിച്ചു നോക്കി. എന്നിട്ടും ഞാൻ പിന്നെ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ ടിപ്പുവിൻ്റെ പടയെപ്പറ്റി പറയേണ്ടടുത്ത് ഞാനത് തിരുവിതാംകൂറിൻ്റെ പടയാന്നുള്ള മാതിരിയാണ് എഴുതിയിരിക്കുന്നത്. എഴുതിയ വാചകങ്ങൾക്കൊന്നും തെറ്റില്ല, ആദ്യത്തെ ഒരു വാചകേ തെറ്റിയിരുന്നുള്ളൂ. അങ്ങനെ ഓരോന്നും. അപ്പോൾ ഇതാ വേറൊന്ന് എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു ഇതുണ്ട്. വിജയലക്ഷ്മിയുടെ ഒരു കവിതയില സന്ദേഹിയായ രാജപുത്രൻ എന്നൊരു ഫ്രേസ് ഉണ്ട്. അത് ട്രാൻസ്ലേഷനിൽ ഡൗട്ടിങ് രജ്പുട്ടായി. പക്ഷെ സന്ദേഹിയായ രാജപുത്രൻ ഒരാളേ ഉള്ളൂ ശരിക്കും, അത് ഹാംലെറ്റാണ്. അപ്പോൾ വേണ്ടിയിരുന്നത് ദ ഡൗട്ടിങ് പ്രിൻസ് തന്നെയാണ് വേണ്ടിയിരുന്നത്, അല്ലാണ്ട് രജ്പുട്ട് ഇതിൽ യാതൊരു കാര്യവുമില്ല. എൻ്റെ ആർമിയെ പോലെ തന്നെയാണ്, വഴിതെറ്റി വന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ വരാതെ നമ്മൾ അത്ര സൂക്ഷിച്ച് വായിക്കുക എന്നുള്ളതാണ്. പിന്നെ ഭാഷയിലുള്ള ഭാവങ്ങൾ ഒരേപോലെ അല്ല എല്ലാ ഭാഷയിലും. ഒരു വാക്കിനോ വാചകത്തിനോ കൃത്യമായ തർജ്ജമ ചെയ്താലും ആ ഒറിജിനൽ ആദ്യം എഴുതിയ ആൾ ഉദ്ദേശിച്ച അർത്ഥമാവില്ല ചിലപ്പോൾ കിട്ടുക. ചെമ്മീനിൽ ഞങ്ങളിന്ന് ചെമ്മീനിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. പൊന്നിൻകുടം എന്നുള്ള വാക്കുണ്ടല്ലോ, അത് കാമുകിയെ വിളിക്കുന്ന ഒരു വാക്കാവാം. പക്ഷെ ഒരു ഇംഗ്ലീഷുകാരനോട് പോട്ട് ഓഫ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കാമുകിയാവില്ല. ഒരു പക്ഷെ മഴവില്ലിൻ്റെ അറ്റത്തുള്ള നിധിയാവാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ വ്യത്യാസങ്ങൾ, യൂസിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ ഓർമ്മ വയ്ക്കണം എന്നുള്ളതാണ്. അത് വാക്കിന് മാത്രമല്ല വാചകങ്ങൾക്കും ഈ പ്രശ്നമുണ്ടാവാം. അധികം പറയില്ല, ഇവിടെ നിർത്താം. എങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെ വിവർത്തനം ചെയ്യണം എന്നുള്ളത് എറ്റിയൻ ഡോലെ പറഞ്ഞിട്ടൊരു ഫ്രഞ്ച് വിവർത്തകൻ 16-ാം നൂറ്റാണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നും ആ നിയമങ്ങൾക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ എറ്റിയൻ ഡോലയെ പറ്റിയിട്ടുള്ള ഒരു രസകരമല്ല സങ്കടകരമായ കാര്യം എന്താ വെച്ചാൽ, വിവർത്തനം കൂടുതൽ നന്നായതിന് വധശിക്ഷ വിധിക്കപ്പെട്ട ഒരാളാണ്. അത് ഗോസ്പെൽസ് എന്നുള്ള ഇതാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ കൂടുതൽ നന്നായി എന്നുള്ളതുകൊണ്ട് ഹി വാസ് കിൽഡ്. അങ്ങനെ ഏതായാലും അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, വിവർത്തകൻ മൂലകൃതിയുടെ കർത്താവിൻ്റെ ഉദ്ദേശവും അർത്ഥവും മനസ്സിലാക്കണം, വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ. വേണ്ടി വന്നാൽ കൂടുതൽ വ്യക്തമാക്കാൻ വിസ്തരിക്കാം. 2 ഭാഷകളും വളരെ നന്നായി അറിയണം. വിവർത്തനം ഓരോ വാക്കിൻ്റെയും തർജ്ജമയാകരുത്. സാധാരണ ഉപയോഗത്തിലുള്ള ഭാഷ ഉപയോഗിക്കണം. നമ്മളുടെ ഭാഷാജ്ഞാനം കാണിക്കാനുള്ള സ്ഥലമല്ല ഒരു വിവർത്തനം.
മൂലകൃതിയുടെ ഭാവം പകരാൻ തക്കവണ്ണം വാക്കുകൾ തിരഞ്ഞെടുക്കുകയും അവ ശരിയായ ക്രമത്തിൽ ഉപയോഗിക്കുകയും വേണം. എല്ലാറ്റിലും ഉപരി ഒരു നിയമം ഞാൻ എൻ്റെ വക, വായിക്കാവുന്ന രൂപത്തിലാവണം നമ്മളുടെ വിവർത്തനം പുറത്തെത്തുന്നത്. കാരണം ആരും വായിച്ചില്ലെങ്കിൽ എത്ര ശരിയായ തർജ്ജമയായാലും അതിന് ആ വായന സുഖമില്ലെങ്കിൽ ആരും അത് വായിക്കാൻ പോകുന്നില്ല. അപ്പം നമ്മൾ വാക്ക് കൃത്യമാവാൻ വേണ്ടി വളരെ കൺവല്യൂട്ടഡ് സെൻറ്റൻസസൊക്കെ ഉപയോഗിച്ചാൽ വായിക്കുന്ന ആൾക്കൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ആ വായന സുഖമാവുന്ന രീതിയിൽ വേണം നമ്മൾ തർജ്ജമ ചെയ്യാൻ എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ വിവർത്തനത്തിൽ വിവർത്തനത്തിൻ്റെ ഭാഷ, ആ ഭാഷ വായിക്കുന്ന ആൾക്ക് സുഖമായി വായിക്കാൻ തക്കവണ്ണം വേണം നമ്മൾ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോഴും ഇതെല്ലാം ഒത്തുവരുമ്പോഴല്ലേ ഞങ്ങൾ സന്തുഷ്ടരാകുന്നത്. ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ വില ഞങ്ങൾക്കറിയാം. മറ്റുള്ളവരെ അവർ കാണാനിടയില്ലാത്ത കാഴ്ചകൾ കാണിക്കുകയാണ് ഞങ്ങൾ. അവർ അറിയാത്ത ലോകങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അത് തന്നെ തുടരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇനിയിപ്പോൾ ഫാത്തിമ ഐ തിങ്ക് യു ഇവർക്ക് കൊടുക്കാം. അപ്പം ഉത്തരം വേണം കേട്ടോ, രണ്ട് ചോദ്യം. So, good evening to all. വേദിയിൽ എൻ്റെ കൂടെ ഇരിക്കുന്നവർക്കും സദസ്സിലിരിക്കുന്നവർക്കും എൻ്റെ നമസ്കാരം. തീരെ നേരത്തെ പ്രേമചേച്ചി പറഞ്ഞ പോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ രംഗത്തേക്ക് കടന്നു വന്ന് അതിലും വലിയ ഒരു അത്ഭുതമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇരിക്കുകയാണ്. കാരണം എന്നെ രാജൻ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഒന്ന് ഉറപ്പിക്കൂ, കാരണം ഒരുപാട് നന്ദകുമാറുള്ള കാലമാണ്. ബി നന്ദകുമാറിനെ തന്നെയാണോ ഉദ്ദേശിച്ചത്? വേറൊന്നുമില്ല, ഞാൻ അങ്ങനെ ഒരു പബ്ലിക് ഫങ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. പാലക്കാട് നിന്നാണ് ഞാൻ വരുന്നത്. പാലക്കാട് ഒരു ഡിസ്ട്രിക്ട് ലൈബ്രറി ഉണ്ട്. അവിടെ ഒരു വേണമെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക എന്താ പറയുക ചലനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ആഴ്ചകളിലും പുസ്തക പ്രകാശനം, വായന, പുസ്തക ചർച്ച, ഫിലിം ഫോറിൻ ഫിലിംസ്, അതായത് ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ. പിന്നെ ഇതൊക്കെ കൂടാതെ ഞങ്ങൾക്ക് ശനിയാഴ്ച മേഫിലുണ്ട്, പാട്ട്. അതിപ്പോൾ തൽക്കാലം ലൈബ്രറിയിൽ നിന്ന് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സുഖം തരുന്ന പ്രവൃത്തികളാണ്. ഇപ്പം നേരത്തെ പ്രേമചേച്ചി പറഞ്ഞൊരു കാര്യം വളരെ വാസ്തവമാണ്. ആരെങ്കിലും ഒരു ട്രാൻസ്ലേറ്ററായിട്ട് ജനിക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടി എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് കണക്കാക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള ഉറച്ച ഉത്തരം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുക. ഇപ്പോൾ എം ടിയോട് ചോദിച്ചു എന്തുകൊണ്ട് താങ്കളൊരു എഴുത്തുകാരനായിരുന്നു. ഞാൻ മറ്റൊന്നും ആയിരുന്നില്ല, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരം. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ഹാളിൽ ഇരിക്കാൻ തന്നെ ആ ലെജൻഡിൻ്റെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ പോലെ ഭാഗ്യം സിദ്ധിച്ച ആൾക്കാരും കുറവാണ്. അദ്ദേഹം ജനിച്ചത് ഒരു സാഹിത്യകാരനായിട്ടാണ്, ഒരു കഥാകാരനായിട്ടാണ്. സാഹിത്യകാരൻ എന്നുള്ളതിനൊക്കെ കവിഞ്ഞ് കഥകൾ പറഞ്ഞ് രസിപ്പിക്കുന്ന, അതാ തുഞ്ചൻ ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജനിച്ച് വളർന്ന് കഥകൾ എഴുതിയ ഒരു ലെജൻഡായ ആളാണ്. ഒരിക്കലും ഒരു തർജ്ജമാകാരൻ അങ്ങനെ ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, പക്ഷേ അതത്ര മോശമുള്ള കാര്യമല്ല കേട്ടോ. തർജ്ജമകൾ മാത്രം അന്വേഷിച്ച് നടക്കുന്നൊരു ലോകം നമ്മുടെ ഒപ്പം ഉണ്ട്. ഞാൻ എൻ്റെ സംസാരത്തിനിടയ്ക്ക് പറയാം. പക്ഷേ നമ്മുടെ നാട്ടിൽ തർജ്ജമകൾക്ക് അല്ലെങ്കിൽ പരിവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പരിഭാഷകൾക്ക് അല്ലെങ്കിൽ മൊഴിമാറ്റങ്ങൾക്ക് ഇങ്ങനെ കുറേ വാക്കുകൾ നമുക്കുണ്ട്. മലയാളത്തിൽ ഒരുപാട് വാക്കുകളുണ്ട്. ഇംഗ്ലീഷിൽ ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒന്ന് തർജ്ജമ, മറ്റത് പദാനുപദ വിവർത്തനം. മലയാളത്തിൽ അങ്ങനെയല്ല. നമുക്ക് എന്തെങ്കിലും ഒരാശയം പ്രകടിപ്പിക്കണമെങ്കിൽ അനവധി വാക്കുകൾ നിരന്ന് കിടക്കുകയാണ്. അതാണ് മലയാള ഭാഷയുടെ ഒരു ചന്തം. മറ്റു ഭാഷകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇതുപോലെ, സംസ്കൃതത്തിലൊന്നും നമുക്ക് ഇത്രയും വാക്കുകളില്ല. പല വാക്കുകളും ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടെത്താറുണ്ട്, അതിൻ്റെ ഭംഗി ആസ്വദിക്കാറുമുണ്ട്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത്, തർജ്ജമയുടെ സ്ഥാനം നമ്മുടെ നാട്ടിൽ എത്രത്തോളം അനാഥമായി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിനൊരു
സാക്ഷി നമ്മുടെ ഈ ഓഡിയൻസ് തന്നെയാണ്. കാരണം രാജൻ എന്നോട് പറഞ്ഞത് എല്ലാ സെഷൻസും നിറഞ്ഞ കവിയാണെന്നാണ്. തർജ്ജമയ്ക്ക് മാത്രം എന്തുകൊണ്ടോ ആ ഭാഗ്യമില്ല. പക്ഷെ ഇത്രയൊക്കെ ആണെങ്കിലും തർജ്ജമ അല്ലെങ്കിൽ വിവർത്തനം അല്ലെങ്കിൽ പരിഭാഷ അല്ലെങ്കിൽ മൊഴിമാറ്റം ഇത് നിലനിൽക്കുന്നുണ്ട്. ഇവ തമ്മിൽ ചെറിയൊരു അന്തരമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് നാരായണൻ സാറിനൊരു മെയിൽ അയച്ച് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. എല്ലാം ഒരേ അർത്ഥമാണെങ്കിൽ എന്തിന് ഇത്രയും വാക്കുകൾ? പക്ഷെ അങ്ങനെയല്ല. പരിഭാഷയ്ക്ക് വിവർത്തനത്തെക്കാൾ കൂടുതൽ എന്തോ ഉണ്ട്. എൻ്റെ 2 പുസ്തകങ്ങൾ, ഒന്ന് കാഫ്ക കഥകൾ, പിന്നെ ഒരെണ്ണം ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്. ഇത് രണ്ടും മാതൃഭൂമി പബ്ലിഷ് ചെയ്തപ്പോൾ കാഫ്ക കഥകൾ പരിഭാഷ ബി നന്ദകുമാർ എന്നാണ് എഴുതിയത്. പക്ഷേ ഡിറ്റക്റ്റീവ് കഥകൾക്ക് വിവർത്തനം ബി നന്ദകുമാർ എന്നാണ് കണ്ടത്. അത് ചിലപ്പോൾ ആലോചിച്ച് ചെയ്തതായിരിക്കാം. കാരണം കാഫ്കയുടെ കഥകൾ വെറുതെ വിവർത്തനം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു വായിക്കാൻ പറ്റിയ സാധനം അല്ലാതായി മാറും. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുന്നു കൊണ്ട് വേണം അതൊക്കെ കാണാൻ. അപ്പോൾ അതിൽ അർത്ഥങ്ങളുണ്ടാവും. അതുകൊണ്ടായിരിക്കും മലയാളത്തിൽ അങ്ങനെ കുറേ വാക്കുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പരിഭാഷ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വിവർത്തനത്തെക്കാൾ കൂടുതൽ ഉചിതമായ ഒരു വാക്ക് പരിഭാഷയാണ്. ഒരു ഒറിജിനൽ കൃതിയേക്കാൾ പരിഭാഷ മികച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നാം, അല്ലേ? നമ്മളിന്ന് വായിക്കുന്ന കൃതികളിൽ, മലയാളത്തിൽ ഇറങ്ങിയ കൃതികളിൽ അതൊഴിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ ഇറങ്ങുന്ന നോവലുകളോ ചെറുകഥകളോ അല്ലെങ്കിൽ നാടകമോ മറ്റെന്തെങ്കിലും സാഹിത്യരചനകളോ ആർട്ടിക്കിൾസോ ലേഖനങ്ങളോ ഒക്കെ ഒഴിച്ചു മാറ്റി നിർത്തിക്കഴിഞ്ഞ് നമ്മൾ വായിക്കുന്ന ഇംഗ്ലീഷ് പുസ്തകങ്ങൾ 90% പരിഭാഷകളാണ്. അത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. മർക്യൂസിൻ്റെ 100 Years of Solitude അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്പാനിഷ് കൃതിയേക്കാൾ എത്രയോ മികച്ചതാണ് ആ പരിഭാഷ. ഗ്രിഗറി റബാസ് അദ്ദേഹം മർക്യൂസിനെ 2 ട്രാൻസ്ലേറ്റേഴ്സേ ഉള്ളൂ. ഒന്ന് എഡിത്ത് ഗ്രോസ്മാൻ, അവരൊരു സ്ത്രീയാണ്. പിന്നെയുള്ളത് ഈ ഗ്രിഗറി റബാസയാണ്. റബാസയുടെ ട്രാൻസ്ലേഷൻ എപ്പോഴും മാർക്യൂസ് ആശ്രയിച്ചത് അദ്ദേഹത്തിൻ്റെ ആ വിവർത്തന സുഖം കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സ്പാനിഷിൽ എഴുതിയ ഒറിജിനൽ ഭാഷയേക്കാൾ എത്രയോ മികച്ചു നിൽക്കുന്നു ഇദ്ദേഹത്തിൻ്റെ പരിഭാഷ എന്ന്. റബാസയുടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാനൊന്ന് വെറുതെ വായിക്കാം. അതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ വിവർത്തകർക്കും. Rabasa's translation process was similarly meticulous. He described translation as a form of literary creation. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ആഖ്യാനങ്ങൾ വിവർത്തനം ചെയ്യുമ്പോൾ എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ. അപ്പോൾ ആഖ്യാനം എന്ന് വെച്ചാൽ ക്രിയേഷൻ വേറൊരു പടിയിലേക്ക് മാറ്റുന്ന സമയത്ത് അതൊരിക്കലും ആ ഒറിജിനൽ ക്രിയേഷനേക്കാൾ താന്നു പോകരുത്. അതുകൊണ്ടാണ് ഒരു പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റ് ഈവൻ സംഗീതം വരെ ദാസേട്ടൻ്റെ ഒരു പാട്ട് പാടുന്നത് അപൂർവം ചിലർക്കേ അതുപോലെ പാടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനേക്കാൾ ഒരു പടി അല്ലെങ്കിൽ അതിനോടൊപ്പമെങ്കിലും നിൽക്കാൻ വേണം ഒരു പരിഭാഷ ശ്രമിക്കേണ്ടത്. where the translator must inhabit the world of the author and convey the same spirit and meaning in a different language. Marcuse himself praised Rabasa's translation of 100 Years of Solitude, claiming that it was superior to the original Spanish version. ആ നോവലിസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, റബാസ ഫേസ് ദ ചാലഞ്ച് ഓഫ് കൺവേയിങ് ദ ഡെൻസ് റിച്ച് ടൈപ്പിസ്ട്രി ഓഫ് മർക്യൂസ് മാജിക്കൽ റിയലിസം, വിച്ച് റിക്വയർഡ് നോട്ട് ജസ്റ്റ് എ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ബട്ട് എ ട്രാൻസ്ക്രിയേഷൻ. അതാണ് പ്രധാനം. ട്രാൻസ്ലേഷനേക്കാൾ കൂടുതൽ ട്രാൻസ്ക്രിയേഷനാണ് അവിടെ നടന്നിരിക്കുന്നത്. വിത്ത് എ നറേറ്റീവ്സ് റിതം ആൻഡ് ട്യൂൺ. ഹിസ് കൊളാബറേറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് മർക്യൂസ് വാസ് മാർക്ക്ഡ് ബൈ മ്യൂച്വൽ റെസ്പെക്റ്റ്, വിത്ത് മർക്യൂസ് പ്രൊവൈഡിങ് റബാസ ദ ക്രിയേറ്റീവ് ഫ്രീഡം ടു അഡാപ്റ്റ് ഹിസ് വർക്ക് ഓത്തൻറ്റിക്കലി. അപ്പോൾ ഇത് പറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഓർക്കാം, പലരും തർജ്ജമകൾ ചെയ്തിട്ടുണ്ട്, അല്ലേ? നമ്മുടെ പഴയ കാലങ്ങളിൽ തന്നെ തർജ്ജമ ചെയ്യാത്ത എഴുത്തുകാരില്ല എന്ന് വേണമെങ്കിൽ പറയാം. MT എത്രയോ കഥകൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു സിനിമ ഉത്തരം എന്നുള്ളൊരു സിനിമ ഒരു ഫോറിൻ കഥയുടെ ഒരു സിനിമ, മലയാള സിനിമ ആവിഷ്കാരമാണ്. അതുപോലെ മലയാറ്റൂർ ഷെർലക് ഹോംസ് കഥകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. VK ചെയ്തിട്ടുണ്ട്. VK ചെയ്തത് വലിയൊരു
ഒരു പാളിച്ചയായിപ്പോയി എന്നും പറയാറുണ്ട്. കാരണം അതിൽ ചിരി മാത്രമേ ഉള്ളൂ, വിവർത്തനമില്ല. അദ്ദേഹത്തിന് ചിരിയെക്കുറിച്ച് മാത്രമേ എഴുതാനറിയൂ. അങ്ങനെ അദ്ദേഹം വളരെ വിഷമപൂർവ്വം അതൊന്ന് പിൻവാങ്ങി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ദീസ് ട്രാൻസ്ലേറ്റേഴ്സ് ഡെഡിക്കേഷൻ ആൻഡ് സ്കിൽ ഹാവ് എൻഷുർഡ് ദാറ്റ് മർക്യൂസ് വർക്ക്സ് reach a global audience while preserving their original beauty and complexity. Their ability to translate meaning for meaning rather than word for word has set a high standard in the field of literary translation. Marcuse praised Grossman as well as Rabassa for placing intuitiveness above the intellectualism. എഡിത്ത് ഗ്രോസ്മാനാണ് ഡൺ ക്വിക്സോട്ട് എന്ന് പറഞ്ഞാൽ വലിയ ബൃഹത്തായ നോവൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഹി റിഗാർഡഡ് ദം ആസ് എക്സംപ്ലറി ട്രാൻസ്ലേറ്റേഴ്സ്, നോട്ട് ഓൺലി ട്രാൻസ്ലേറ്റിംഗ് വേർഡ് ബൈ വേർഡ് ഫോർ വേർഡ് ബട്ട് മീനിങ് ഫോർ മീനിങ്. ബിക്കോസ് ഹി റോട്ട് സോ വെൽ ഇൻ സ്പാനിഷ്, ഹി ഫെൽറ്റ് കോൺഫിഡൻറ്റ് ഗിവിംഗ് ക്രിയേറ്റീവ് കൺട്രോൾ over to Grossman and Rabassa, allowing them to recreate his work in English, some of which would turn out to be പ്രിഫേർഡ് ബൈ മർക്യൂസ് ഹിംസെൽഫ്. മർക്യൂസ് തന്നെ പലപ്പോഴും വായിക്കുന്ന അദ്ദേഹത്തിൻ്റെ നോവൽ ഇംഗ്ലീഷ് നോവലാണെന്നുള്ളതാണ് ഒരു വലിയൊരു അത്ഭുതം. അതുപോലെ നമ്മുടെ ഏത് എഴുത്തുകാരുടെ നോവലോ കഥയോ അല്ലെങ്കിൽ കൃതികളോ എടുത്താലും ജർമ്മൻ, ഫ്രഞ്ച്, റഷ്യൻ, ഡോസ്റ്റോസ്കി, ചെക്കോവ്, മോപ്പസോങ്, ടോൾസ്റ്റോയ് തുടങ്ങിയ, അല്ലെങ്കിൽ ബ്രെക്റ്റിൻ്റെ നാടകം, ലൂയി പിരാന്തല്ലോ, എഡ്വേർഡ് ആൽബി, ഇവരുടെയൊക്കെ നാടകങ്ങൾ, ഫ്രഞ്ചിലിറങ്ങിയ ഫേമസ് സാർത്ർ, കാമു, കാഫ്ക തുടങ്ങിയവരുടെ കൃതികൾ, ഇതൊക്കെ നമ്മൾ വായിക്കുന്നത് ഇംഗ്ലീഷ് പരിവർത്തനങ്ങളാണ്. നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. നമ്മൾ വായിച്ചു പോകുന്ന സുഖത്തിൽ നമ്മൾ ഇത് അറിയാറില്ല, അല്ലെങ്കിൽ നമുക്കതൊരു ഉണർവായിട്ട് വരാറില്ല. അപ്പോൾ പരിവർത്തനത്തിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിൽ പുരാണങ്ങളാണ് ഈ പരിവർത്തനത്തിലേക്കുള്ള പാത തെളിയിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. മഹാഭാരതവും രാമായണവും ഒക്കെയാണ് ആദ്യമായിട്ട് ട്രാൻസ്ലേഷൻസായിട്ട് വരുന്നത്. അതുകൂടാതെ ഒരു കാലത്ത് കണ്ടമാനം ഇംഗ്ലീഷ് പോയംസ് വിവർത്തനങ്ങൾ വന്നിരുന്നു. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ചങ്ങമ്പുഴയുടെ വിലാസലഹരി, മഹാകവി ജി, ഇവരൊക്കെ ഫിറ്റ്സ്ജെറാൾഡിൻ്റെ വിവർത്തനങ്ങൾ വെച്ചാണ്, ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ വെച്ചാണ് മലയാളത്തിലേക്ക് കവിതകൾ വിവർത്തനം ചെയ്തിരുന്നത്. ഇതൊന്നും പുതുമയുള്ള കാര്യങ്ങളല്ല. പക്ഷെ കാലം ചെല്ലും തോറും നമ്മളെങ്ങനെയോ ഇതെന്നൊക്കെ തനിയെ അല്ലെങ്കിൽ അറിയാതെ മാറിപ്പോകുന്നുണ്ട്. ഒരു കാലത്ത് മാതൃഭൂമി വീക്കിലിയിൽ, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു വിവർത്തനം നിർബന്ധമാണ്. ഒരു ബംഗാളി കഥ, ബംഗാളി നോവൽ, അല്ലെങ്കിൽ ഒരു കന്നഡ നോവൽ, അല്ലെങ്കിൽ ഒരു മറാഠി നോവൽ, തമിഴ് നോവൽ, ഇത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പല ബംഗാളി ഓതേഴ്സിനെ കുറിച്ചും അറിഞ്ഞത്. ഞാൻ ശരിക്കും ഈ രംഗത്തേക്ക് വരാൻ മാഡം പറഞ്ഞ പോലെ അത് ഒന്ന് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു രസമായിരിക്കും. കാരണം ഉച്ച കഴിഞ്ഞ സമയമല്ലേ, ഉറക്കമൊക്കെ വരും. ഞാൻ ബാങ്കിൽ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവസാന കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് അധികം ജോലി തരില്ല. അപ്പോൾ അന്ന് വർഷങ്ങളായിട്ട് 5-6 വർഷമായിട്ട് ഞാനൊരു ഫിലിം സൊസൈറ്റിയുടെ പുറകെയായിരുന്നു. നല്ല സിനിമകൾ കാണുക, അതിൻ്റെ റിട്രോസ്പെക്റ്റീവ് കാണിക്കുക, മറ്റുള്ളവരെ കൊണ്ട് അത് എൻജോയ് ചെയ്യിപ്പിക്കുക, അങ്ങനെ വലിയൊരു കർത്തവ്യത്തിലായിരുന്നു. ചിത്രവേദി ഫിലിം സൊസൈറ്റി എന്നായിരുന്നു അതിൻ്റെ പേര്, ആലുവയിലായിരുന്നു. അപ്പോൾ സത്യത്രയുടെയൊക്കെ ഒരു പെർസ്പെക്റ്റീവ്, മൃണാൾ സെൻ്റെ, ഗിരീഷ് കർണാടിൻ്റെ, കാസറവള്ളിയുടെ ഒക്കെ, ഹൃത്തിക് ഘട്ടക്കിൻ്റെയൊക്കെ സിനിമകൾ അന്ന് കാണാൻ കിട്ടുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ഇന്നിപ്പോൾ എല്ലാം തമ്പിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഓതേഴ്സും ഇറാനിയൻ ഡയറക്ടേഴ്സിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ റേയുടെ കഥകൾ, ചിത്രങ്ങൾ ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്കെന്തുകൊണ്ടോ എൻ്റെ ഒരു ജീവിതത്തിൽ ലൈഫ് ഹീറോ ആയിട്ട് അദ്ദേഹം മാറി. പത്തേർ പാഞ്ചാലിയുടെയൊക്കെ 16mm പ്രിൻ്റ് എൻ്റെ റൂമിൽ മാസങ്ങളോളം ഇരിക്കുമായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുള്ളൂമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കാനൊരു പ്രേരണ തോന്നി. അങ്ങനെ ആദ്യം ഞാൻ വിവർത്തനം ചെയ്തത് സത്യത്രയുടെ 15 കഥകളാണ്. സിനിമയോളം തന്നെ കിടപിടിക്കുന്ന കഥകളാണ്. ആ ഒരു കഥ പറഞ്ഞാൽ നമുക്കൊരു സിനിമ കണ്ട് ഇറങ്ങിപ്പോകുന്ന അതേ ഫീലിംഗാണ്. പിന്നെ അത് പബ്ലിഷ് ചെയ്യാനുള്ള ശ്രമമായി. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു, സത്യത്രയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, സന്ദീപ് റേ. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൽക്കട്ടയിലെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയക്കൂ, നോക്കട്ടെ, മെയിൽ അയക്കൂ, ഇമെയിൽ അയച്ചു, കാത്തിരുന്നു. വീണ്ടും റിമൈൻഡർ അയച്ചു, കാത്തിരുന്നു, കണ്ടില്ല. പിന്നെയും വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അത് ഒരു ഹാർഡ് കോപ്പി ആയിട്ട് അയക്കൂ, രജിസ്റ്റേർഡ് ആയിട്ട് അയക്കൂ.
അങ്ങനെ അയച്ചു എന്നിട്ടും കണ്ടില്ല. പിന്നെ ഞാൻ സത്യത്ര ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടു. അതിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ അവർക്ക് കോപ്പി റൈറ്റ്സ് ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്രീൻ ബുക്സിൽ കൃഷ്ണ സാർ എൻ്റെ ഒരു വലിയ സുഹൃത്ത്. അദ്ദേഹം ഒരു ബാങ്ക് റിട്ടയറിയാണ്. അദ്ദേഹം കുറച്ച് ഷെർലക് ഹോംസ് കഥകൾ ചെയ്തു തരാമോ ചോദിച്ചു. അപ്പം ഞാൻ ഇടയ്ക്ക് അത് ചെയ്ത് കൊടുക്കുന്നതിനൊപ്പം തന്നെ റേയുടെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം എടോ അതൊക്കെ പെൻഗ്വിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇതെല്ലാം വിറ്റു. മകൻ അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ വിറ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഷ്ടമാണല്ലോ അല്ലേ? സിനിമകൾ ഒഴിച്ച് അദ്ദേഹത്തിൻ്റെ കൃതികളൊന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൈവശമില്ല. വീക്കെൻഡിനെ കുറിച്ച് പറയാറുണ്ട്. വീക്കെൻഡ് പക്ഷേ പരാധീനതകാരനാണ് അദ്ദേഹം വിളിച്ചത്. അതെ, മുക്തികണ്ഠം വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ട് രഘുനാഥൻ എഴുതിയ പുസ്തകം വായിച്ചാൽ നമുക്ക് കരച്ചിലടക്കാൻ കഴിയില്ല. കഷ്ടപ്പാട് എഴുതാൻ പോകുന്ന 2 നോവലുകൾക്ക് വരെ റോയൽറ്റി വാങ്ങിയ മഹാനാണ് അദ്ദേഹം. ആരോഹണത്തിനൊക്കെ അഡ്വാൻസ് ആയിട്ടാണ് പൈസ വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങനെ പൈസ കളയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇതങ്ങനെയല്ല. ഇത് ഓരോ ജെംസാണ്. ഇദ്ദേഹത്തിൻ്റെ കഥകൾ ഞാൻ ചെയ്തുകൊണ്ട് പറയല്ല, അത് വായിച്ച് എന്നെ പലരും പല ദിക്കുകളിൽ നിന്നും വിളിക്കേണ്ടായിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് സൗന്ദര്യമാണ് അതിന്. ഇവരൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ബൈ ആർതർ കോണൻ ഡയലാണ്, ഷെർലക് ഹോംസാണ്. ഈവൻ MT വരെ ഒരിക്കൽ പറയേണ്ടായിട്ടുണ്ട്. അങ്ങനെ ഡിറ്റക്റ്റീവ് സ്വഭാവമുള്ള കഥകളിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പലരും ചോദിച്ചു, എൻ്റെ കൂട്ടുകാർ ചോദിച്ചു, എന്താടോ താൻ ഈ വയസ്സുകാലത്ത് ഡിറ്റക്റ്റീവ് കഥകളുമായിട്ട് നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വളരെ രസകരമായൊരു ഒബ്സർവേഷൻ ഉണ്ട് സാൽവഡോർ ഡാലിയുടെ ഒരു പെയിൻറ്റിങ്ങിൽ. അദ്ദേഹം പറയുന്നത് ദർ ഇസ് എ മിസ്റ്ററി ഇൻ എ പെയിൻറ്റിങ്, ദാറ്റ്സ് വൈ പീപ്പിൾ ലൈക്ക് ഇറ്റ്. ഒരു പെയിൻറ്റിങ്ങിൽ മിസ്റ്ററി ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്താനാണ് അതിൻ്റെ ആസ്വാദകൻ ശ്രമിക്കുന്നത്. വെറുതെ കണ്ടുപോകുന്ന ചിത്രങ്ങൾ അത്രയുള്ള വാല്യൂ ആ ചിത്രങ്ങൾക്കുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് മിസ്റ്ററി എന്ന് പറയുന്നത് ഒരു രചനയുടെ അവിഭാജ്യ ഘടകമാണ്. പല നോവലുകളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മിസ്റ്ററീസ് ഉണ്ട്. MTയുടെ 4 കെട്ടിലില്ലേ? MTയുടെ 4 കെട്ടിൽ അപ്പുണ്ണിയുടെ തറവാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ച് വീട്ടുകാർ അമ്മയുടെ പോലും അനുസരണ കൂട്ടാക്കാതെ, അതൊരു മിസ്റ്ററിയാണ്. അതൊരു പുതിയ തുടക്കമാണ്. അത് വായിക്കുമ്പോൾ വായനക്കാരന് ചെറിയൊരു ഞെട്ടലുണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞിൽ സർദാർജിയെ കാണുമ്പോൾ വിമല സർദാർജിയെ പ്രേമിച്ചു പോകുമെന്ന് ചിലപ്പോൾ നമ്മുടെ പൈങ്കിളി വായനക്കാർ വിചാരിക്കാം. മിസ്റ്ററി ഇല്ലാത്ത ഒന്നുമില്ല. ജീവിതം തന്നെ, ലൈഫ് തന്നെ മിസ്റ്ററി അല്ലേ? അപ്പോൾ ഡിറ്റക്റ്റീവ് സ്റ്റോറീസിന് അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. ഞാൻ ഇനി സമയം കിട്ടുകയാണെങ്കിൽ സംസാരിക്കാം. ഒരുപാട് സംസാരിക്കാനുണ്ട്. ഞാൻ മൈക്ക് കൈമാറുകയാണ്. അരമണിക്കൂറില്ല, 10 മിനിറ്റാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. എല്ലാ ട്രാൻസ്ലേറ്റേഴ്സിനെയും പോലെ ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി ഉത്തരം പറഞ്ഞുകൊണ്ട് കൈമാറാം. അല്ലല്ല, എനിക്ക് മനസ്സിലായി അത് വാട്ട് യു സെഡ്, ദാറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. സോ അപ്പോൾ എങ്ങനെ വരുന്നത് പറഞ്ഞാൽ പലപ്പോഴും എല്ലാ ട്രാൻസ്ലേറ്റേഴ്സിനെയും പോലെ ആകസ്മികമായി തന്നെയാണ് ട്രാൻസ്ലേഷനിൽ വന്നത്. അപ്പോൾ ട്രാൻസ്ലേഷനിൽ വരിക എന്ന് പറഞ്ഞാൽ ഏത് പുസ്തകങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചാൽ, ട്രാൻസ്ലേഷൻ വായിച്ച് വളർന്ന കലർപ്പുള്ള ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ കലർപ്പും കൂടിയാണ് എന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ പുസ്തകങ്ങളും കൂടിയാണ്. അത്ര തന്നെ എനിക്കൊരു ദൗത്യമുണ്ട്. തിരിച്ച് ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ, ഞാൻ എൻജോയ് ചെയ്യുന്ന പുസ്തകങ്ങൾ തിരിച്ച് മറ്റൊരു ഭാഷയിലല്ല മറ്റുള്ളവർക്ക് വായിക്കാൻ പാകത്തിൽ ആക്കി കൊടുക്കണം എന്നുള്ളൊരു സാധനമുണ്ട്. അതെനിക്ക് പറ്റൂല എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നത് എനിക്ക് ഒന്ന് ഇഷ്ടം കൊണ്ടാവാം പുസ്തകം, ചിലപ്പോൾ സൗഹൃദം കൊണ്ട് തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങളാവാം, സുഹൃത്തിൻ്റെ പുസ്തകമാവാം. ചില പുസ്തകങ്ങൾ നമ്മൾ തേടി വരും, ചില പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമെന്ന് തന്നെ അത് ഇംഗ്ലീഷിൽ, എനിക്കങ്ങനെയാണ്, അത് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഐ റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. ഐ ഡോണ്ട് നോ ഹൗ ദ പ്രോസസ് വർക്ക്സ്, ബട്ട് ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. ബട്ട് സം ബുക്സ് എന്തായാലും അറിയാം അത് തീർച്ചയായും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, പിന്നെ എന്നെ ഭാഗത്തേക്ക് പോയില്ല. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുപ്പുകൾ എന്തായാലും സബ്ജക്റ്റീവാണ്, അബ്സല്യൂട്ട്ലി സബ്ജക്റ്റീവാണത്. ഓരോരാളും എങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ പ്രസാധകർ വഴി വരുന്ന പുസ്തകങ്ങളാണ്.
പ്രസാധകർ ചോദിച്ചുകൊണ്ട് വരുന്ന പുസ്തകങ്ങൾ. അതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഭയങ്കര ഡയലോഗ് അധിഷ്ഠിതമാണെങ്കിൽ, അല്ലെ ഭയങ്കര ഡയലക്റ്റ് ഉള്ള പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ കഴിയുന്നു മാറിയിരിക്കും. കാരണം നമുക്കതിനോട് ഒരു നീതി പുലർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളതിനെ എന്തെങ്കിലും രീതിയിൽ ഹാം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗത്തേക്ക് പോകാതിരിക്കുക. അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. സോ വൈ ഷുഡ് ഐ ഡു ഇറ്റ് എന്നാണ് എൻ്റെ മതം. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ആഹ്ലാദം ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 2 ഭാഷകൾ കൊണ്ട് കളിക്കുന്നൊരു ആഹ്ലാദം ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ രേണുവിനെ മുന്നിൽ കാണുന്നതുകൊണ്ട് ഭീമായനം ചെയ്തത് ഞാൻ എൻജോയ് ചെയ്ത് അതാണ് രേണു മലയാളത്തിലേക്ക് ആക്കിയത്. ഇംഗ്ലീഷും വായിച്ചു, മലയാളം വായിച്ചു. അപ്പോൾ അത് തന്നെ ഒരു ട്രാൻസ്ലേഷനാണ്. അത് വിഷ്വൽ ട്രാൻസ്ലേഷന്. പിന്നെ അത് ഇംഗ്ലീഷിൽ വന്നു, ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റോടുകൂടി വന്നു, ടെക്സ്റ്റിൻ്റെ മലയാളത്തിലേക്ക് വരുന്നു. അപ്പോൾ അത് വരുന്ന പ്രയാണം ഉണ്ടല്ലോ, ആ വഴിയും കൂടിയാണ് ആ പുസ്തകത്തെ അത്രമേൽ ഹൃദയഹാരിയാക്കുന്നത്. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ പല പുസ്തകങ്ങളും നമ്മൾ തിരഞ്ഞെടുപ്പുകളൊക്കെ പല റീസൺസൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ ചെയ്യുന്ന പുസ്തകത്തിനോട് നീതി പുലർത്താം, അതിൽ ആഹ്ലാദം ഉണ്ടാവുക ചെയ്യുമ്പോൾ എന്നുള്ളതും കൂടിയാണ് ഒരു ട്രാൻസ്ലേഷനിൽ എനിക്കൊന്ന് അതിൻ്റെ ഒരു നമ്മൾ ട്രാൻസ്ലേറ്റർ എന്നുള്ള നിലയിൽ സബ്ജക്റ്റ് മാത്രമാണിത് ട്രാൻസ്ലേറ്റർ. കാരണം ഞാൻ നന്നായി ചെയ്തെന്ന് വിചാരിക്കുന്ന പുസ്തകം മറ്റൊരാൾക്ക് എന്നെക്കാൾ നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ മതം. കാരണം അങ്ങനെ അല്ലെങ്കിൽ വീണ്ടും റീട്രാൻസ്ലേഷൻസ് വരില്ലല്ലോ, വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളത് തന്നെ. അല്ലെങ്കിൽ ഒരു കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ടുള്ള റീട്രാൻസ്ലേഷൻ. ഇഫ് യു ലുക്ക് അറ്റ് ട്രാൻസ്ലേഷൻസ് ഡൺ ബൈ ഫോർ ഇന്ദുലേഖ, എത്ര ട്രാൻസ്ലേഷൻസ് വന്നു എന്ന് നോക്കുകയാണ്. ഏതിനും അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ അത് അവസാന വാക്കൊന്നുമില്ല. ഒരു പുസ്തകം തന്നെ അവസാന വാക്കല്ല. ഒരു പുസ്തകം തന്നെ വരുന്ന വഴി എന്ന് പറയുന്നത് പല പുസ്തകങ്ങളുടെയും വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് തന്നെയാണ്, അല്ലാണ്ട് മാനത്തു നിന്നല്ലല്ലോ ഒരു പുസ്തകം വരുന്നത്. അപ്പോൾ ഒരു പുസ്തകത്തിൽ എങ്ങനെയാണോ ജനറേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ജനറേറ്റ് ചെയ്യുന്നതാണ് ട്രാൻസ്ലേഷൻസും. സോ ടുമോറോ ഇതിനേക്കാൾ നന്നായി ചെയ്യാവുന്ന ഇതേ ടെക്സ്റ്റിനെ മറ്റൊരാൾ ഇതിനേക്കാൾ നന്നായി ചെയ്യാമെന്ന് വിചാരിക്കുന്നതാണ്. ഒന്നും ഒരു അവസാന വാക്കല്ല. കാരണം പ്രേമിച്ച് പറഞ്ഞതുപോലെ നമ്മൾ വായിക്കുന്ന സമയത്ത് വീണ്ടും തോന്നും, അയ്യോ ഇതിനെക്കുള്ള എത്രയോ നന്നായി ചെയ്യാമായിരുന്നു എന്ന് തോന്നും. പിന്നെ പബ്ലിഷ്ഡ് ആയല്ലോ, പ്രിൻറ്റഡ് വർക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദുരന്തവും. എല്ലാവർക്കും നമസ്കാരം. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച സാഹിത്യ അക്കാദമിയുടെ സംഘാടകർക്കും പ്രത്യേകിച്ച് സച്ചിമാഷിനും നന്ദി പറയുന്നു. ഈ വേദിയിൽ 2007 കാവ്യഭാരതിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഒരു ഓൾ ഇന്ത്യ പോയട്രി റീഡിംഗ് സെഷനിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷം ആദ്യമായിട്ട് പിന്നെ ഈ വേദിയിൽ വരുന്ന ഒരു സന്ദർഭം കൂടിയാണ്. എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ കേരളത്തിൽ വന്നിട്ടിപ്പോൾ 5 വർഷമായി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ എഡിറ്ററായിട്ട് 18 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞ് 2-3 പുസ്തകങ്ങളൊക്കെ ചെയ്ത് ഞാനിവിടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ചോദ്യങ്ങൾ, എങ്ങനെ ട്രാൻസ്ലേഷൻ തുടങ്ങി, എന്തുകൊണ്ട് തുടങ്ങി എന്നുള്ള ചോദ്യത്തിന് പ്രേമ മാഡം പറഞ്ഞ പോലെയും ഫാത്തിമ മാഡം പറഞ്ഞ പോലെയും കവിതയിൽ നിന്നാണ് തുടക്കം. ഞാൻ ഇംഗ്ലീഷ് കവിത എഴുതുന്നയാളാണ്. അപ്പോൾ കവിത, അതുപോലെ ഞാൻ ആ സമയത്ത് തേക്കടി അരണ്യ നിവാസിൽ ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഒരു ഓസ്ട്രേലിയൻ കവി അവിടെ വരുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ അവർക്ക് ഈ ഇന്ത്യയിലൊക്കെ 10-24 ഭാഷകളൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അവർ നിങ്ങളുടെ ഇന്ത്യൻ ഭാഷയിലുള്ള കവിത ഒന്ന് അറിയണമെന്നുണ്ടെന്ന് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു ഭാഷയിൽ മാത്രം പരിചയമുള്ള ഇംഗ്ലീഷിൽ കവിത എഴുതുന്ന ആളാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഷയിൽ നിന്ന് ഉള്ള മറ്റേ ഞാൻ സംഘടിപ്പിച്ച് തരാം. കുറേയൊക്കെ ഇല്ലസ്ട്രേറ്റഡ് വീക്കിലൊക്കെ ഒന്ന് കുറേ ഭാഷകളിൽ നിന്നൊക്കെ ഉള്ളപ്പോൾ ഒന്ന് എനിക്ക് തോന്നുന്നത് കമലദാസൊക്കെ എഡിറ്റ് ചെയ്യുന്ന കെ തരോലൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയമാണ് പോയട്രി സെക്ഷൻ. അപ്പോൾ ഒഡിയയിൽ നിന്നും പഞ്ചാബിൽ നിന്നൊക്കെയുള്ള ട്രാൻസ്ലേഷൻസ് അവിടെ നിന്ന് ഫോട്ടോ കോപ്പി എടുത്തു. മലയാളത്തിൽ നിന്ന് ഞാൻ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ട്രാൻസ്ലേഷൻ തുടങ്ങി വെക്കുന്നത്. വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ ആദമും ദൈവവുമാണ് ഞാൻ ആദ്യം ചെയ്ത കവിത. അങ്ങനെ തുടങ്ങുകയാണ്. പിന്നെ അത് തുടർന്നു കടമ്പനിട്ട് കുറേ കവികളെ ചെയ്തു. പിന്നെ അവിടെ സദസ്സിലിരിക്കുന്ന അൻവർ അലി എന്ന് പറയുന്ന നമ്മളുടെ കവി, ഞങ്ങൾ ഒന്നിച്ചൊക്കെ
ഞങ്ങൾ ഒന്നിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞങ്ങളൊരു പ്രായമൊന്നുമല്ല കേട്ടോ, എന്നെക്കാളും 10-14 വയസ്സിൻ്റെ ഇളയാളാണ്. അതുകൊണ്ട് ഞങ്ങൾ ക്ലാസ്മേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം ചിലപ്പോൾ റെബലീസ് ആവും, ഒരു കിളവൻ്റെ കൂടെ ക്ലാസ്മേറ്റ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ഒരു 40 വയസ്സിൻ്റെയൊക്കെ അടുത്താണ്, മഹാത്മാഗാന്ധി സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൻ്റെ തുടക്കം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ബാച്ച് എംഫിലുകാരാണ്. അപ്പോൾ അൻവറും ഞാനുമൊക്കെ സഹപാഠികളാണ് ആ സമയത്ത്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങളുടെ എംഫിൽ ഡിസർട്ടേഷൻ ചെയ്യാനായിട്ട് നരേന്ദ്രപ്രസാദിൻ്റെ സജഷനിൽ വാസ്തവത്തിൽ 17 മലയാള ചെറുകഥകൾ ആക്ച്വൽ ട്രാൻസ്ലേഷൻ നടത്തി അതിനെപ്പറ്റി ഒരു പഠനം, അതായിരുന്നു ഡിസർട്ടേഷൻ. അങ്ങനെ വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഫിക്ഷൻ ട്രാൻസ്ലേഷൻ, അതും ഷോർട്ട് സ്റ്റോറി തുടങ്ങിയിട്ട് അങ്ങനെ വരികയാണ്. അപ്പോൾ ആ ഒരു കഥകൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു, ഞാൻ ചെറുതായിട്ട് എഴുതുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു കഥയായിട്ടൊരു ബന്ധമുള്ളപ്പം കഥ ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ളൊരു ടാസ്ക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ചോയ്സിൻ്റെ കാര്യം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് ഹൃദയത്തോട് സംബന്ധിക്കുന്ന അതുപോലുള്ള കഥകൾ എടുക്കാനായിട്ട്, എന്നാൽ ചില മലയാളത്തിൽ അന്നുള്ളതിലെ ഏറ്റവും മുതിർന്ന, ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ആ 2ാം തലമുറ 3ാം തലമുറ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തുടങ്ങുന്ന സേറ ജോസഫ്, സക്കറിയാന്ന് തുടങ്ങിയിട്ട് തോമസ് ജോസഫൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ 17 ചെറുകഥകൾ തിരഞ്ഞെടുത്ത് അങ്ങനെയാണ് ഞാൻ ഈ കഥ ട്രാൻസ്ലേഷനിലേക്ക് വരുന്നത്. പിന്നെ സക്കറിയയുടെ തന്നെ കഥകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു 10 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് എം മുകുന്ദൻ്റെ കേശവൻ്റെ വിലാപങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് ക്രോസ് വേർഡ് അവാർഡ് കിട്ടുന്നു. ഇവരെ പോലെയുള്ള പൂർവ്വസൂരികളാണ് നമ്മളെ ഈ വഴിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഒരു നോവലൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളത് പ്രേമ മാഡത്തിൻ്റെയൊക്കെ, അതുപോലെ തന്നെ വാസന്ത ശങ്കരനാരായണൻ ഇപ്പോഴില്ല നമ്മുടെ കൂടെ, ഗീതാ കൃഷ്ണൻകുട്ടി 90 വയസ്സ്. ഇപ്പോൾ ഇങ്ങനെ കുറേ പൂർവ്വസൂരികളുടെ അവർ നയിച്ച വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന് മുമ്പുള്ളവരുണ്ട്, അതിന് ശേഷമുള്ളവരുണ്ട്. ശേഷമുള്ളതിൽ ഏറ്റവും ഒരു സ്റ്റാറാണ് ഇവിടെ ഇരിക്കുന്ന ഈ ഫാത്തിമ. ഇങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ, അത് ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷൻ്റെ ഒരു വലിയ ലോകമുണ്ട് ശരിക്കും. അപ്പോൾ ഞാൻ വന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ തന്നെയായിരിക്കും ഓരോരുത്തരുടെയും ഇത്. നമ്മൾ കവിതയെ സ്നേഹിക്കുന്നതുകൊണ്ട് കവിതയിൽ കൂടി വരുന്നു കഥ, ചെറുകഥ. കവിതയിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല ചില കഥകൾ. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകളും ചില കണ്ടെത്തലുകളൊക്കെ ഉണ്ട്. പിന്നെ മാർക്കറ്റ് എന്ന് പറയുന്ന സംഗതിയുണ്ട് ഇതിന്. നമ്മൾ ഈ ട്രാൻസ്ലേഷൻ പബ്ലിഷ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു സെയിലബിൾ പ്രോഡക്റ്റായിട്ട് ഇവർക്ക് പബ്ലിഷ് ചെയ്യുന്നവർക്കൂടെ തോന്നണം. അതിന് ഇടക്കുന്ന ചില സംഗതികളുണ്ട്. ഇപ്പോൾ അലിഫ് ബുക്ക് കമ്പനി ദ ഗ്രേറ്റസ്റ്റ് സ്റ്റോറീസ് എന്ന് പറയുന്ന സീരീസ് 14ാമത്തെ പുസ്തകമാണ് ദ ഗ്രേറ്റസ്റ്റ് മലയാളം സ്റ്റോറീസ് അവർ ടോൾഡ്. അത് ഞാൻ കാണിക്കാൻ, അത് ചെയ്യുമ്പോൾ 50 ചെറുകഥകൾ, ഒരു സെക്കൻഡ്, ഈ പുസ്തകം ചെയ്യുമ്പോൾ 50 ചെറുകഥകൾ, ഇപ്പോൾ കാരൂരിൻ്റെ തുടങ്ങി അവസാനം ആരുടെയാണെന്ന് ലാസ്റ്റ് മറവി വരുന്ന ചന്ദ്രമതി ടീച്ചറിൻ്റെ കഥകൾ വരെ 50 കഥകൾ ചെയ്യാണ്. ഈ 50 കഥകൾ ഞാൻ വിളിച്ചത് മോഡേൺ ക്ലാസിക്സ് എന്നാണ്. മോഡേൺ ക്ലാസിക്സ് ആയിട്ടുള്ള കഥകൾ തന്നെയാണ്. ഇത് ഇപ്പോൾ പോലും, അതായത് 2023 നവംബറിൽ ഇറങ്ങിയ പുസ്തകം ഇപ്പോൾ പോലും ബെസ്റ്റ് സെല്ലർ, ടോപ്പ് സെല്ലർ ലിസ്റ്റിലാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിന് ഈ മലയാള കഥകൾക്ക് ഇംഗ്ലീഷ് വായനക്കാർ ഇന്ത്യയിലും വെളിയിലും, ഇത് ഞാൻ തീരുമാനിച്ചതല്ല, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനായിട്ട് ചെയ്താൽ നടക്കുന്ന കാര്യവുമല്ല. ഇത് പബ്ലിഷർ ചെയ്യുന്നതാണ്. പബ്ലിഷർ ഈ നമ്മളെ മാർക്കറ്റിനെ നമ്മൾ മലയാളികളും ഒരു എന്താ പറയണ്ടേ, ഒരു അടങ്കലം പുച്ഛത്തിൽ സംസാരിക്കും. പക്ഷേ അതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മാർക്കറ്റ് സംഗതികളുണ്ട്. ഈ പറയുന്ന വലിയ അവാർഡുകളൊക്കെ അവർ വലിയ പബ്ലിഷേഴ്സ് തന്നെ ഡിസൈൻ ചെയ്താണ്. ബുക്കർ തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാ അവാർഡുകളും അങ്ങനെ തന്നെ നിശ്ചയിച്ചിട്ടില്ല. മാർക്കറ്റിന് തന്നെ പല കറക്റ്റായിട്ടുള്ളൊരു പൊസിഷനുണ്ട്. അതാണ് റിയാലിറ്റി എന്ന് വിചാരിച്ച് ആ റിയാലിറ്റിയിൽ നിന്ന് ഞാൻ 50 കഥകളുടെ ഒരു ആന്തോളജി ഈ ജനങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നെപ്പോലെ വേറെ ആൾക്കാരും പലരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആന്തോളജിയുടെ കാര്യം ഞാൻ പറയുന്നത്, ആന്തോളജി ചെയ്തിട്ട് അതുപോലൊരു ബെസ്റ്റ് സെല്ലർ എന്നുള്ളത് എനിക്ക് എപ്പോഴും നിൽക്കുന്നു. എന്നാൽ
ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഞാൻ അതിന് ശേഷം ചെയ്ത ഒരു 2 വർഷം മുമ്പ് ചെയ്തൊരു മലയാളത്തിലെ ഒരു ഭയങ്കര വൈറലായ ലക്ഷങ്ങൾ വിറ്റ ഒരു പുസ്തകം കഴിഞ്ഞ ഏപ്രിലിൽ വെളിയിൽ വന്നത് ഇതുവരെ അനങ്ങാതിരിക്കുകയാണ് എന്ന് പറഞ്ഞ് എഴുതുന്നതിൻ്റെ അർത്ഥം മാർക്കറ്റ് ഫോഴ്സസിൻ്റെ കളിയാണ്. ഇതിനകത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇതിന് ശേഷം ഇത് വളരെ ബ്രീഫായിട്ട് നമുക്ക് നമ്മുടെ സമയത്തിൻ്റെ കാര്യം നമ്മൾ അൻവർ സജസ്റ്റ് ചെയ്തതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയണ്ടേ, ഒരു ബാക്കിംഗ് ആൻഡ് ഫോർത്തിങ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അക്കാഡമിയിൽ നിന്ന് എനിക്ക് നിർദ്ദേശം കിട്ടിയുള്ളത് ഒരു 15 മിനിറ്റ് സംസാരിക്കാനാണ്. ആ 15 മിനിറ്റിൽ ഞാൻ നിർത്തുന്നതാണ്. 95-ലാണ് ഞാൻ സുഹൃത്ത് തോമസിനെ പരിചയപ്പെട്ടത്, അൻവർ അലിയെ പരിചയപ്പെട്ടത്, ഇൻ്റർനാഷണൽ വീഡിയോ ഫിലിം ഫെസ്റ്റിവൽ. അത്രയും കാലമായി. എന്നെ ഇന്ന് ഇവിടേക്ക് വിളിച്ചിട്ടുള്ളത് സത്യത്തിൽ ചിലർ ചോദിച്ചു, ഞാൻ ഇതിലല്ലല്ലോ വേണ്ടത്, സിനിമയുടെ അതിലല്ലേ വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സിനിമയെ പറ്റിയുള്ള അതിൽ താല്പര്യമില്ല പറഞ്ഞു. അല്ല, വേറൊരു വിഷയത്തിലാണ് ഈ വട്ടം ഉള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വിവർത്തനത്തിൽ എന്നെ ഉൾപ്പെടുത്തിയത്. അതിൻ്റെ കാരണം അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ആ നോവലിനെ കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതി. അത് കൂടാതെ ആ നോവൽ മലയാളത്തിൽ ഇറങ്ങിയപ്പോൾ, പ്രിയ എസ് വിവർത്തനം ചെയ്ത് ഇറങ്ങിയപ്പോൾ, ആ പുസ്തകത്തിൻ്റെ പ്രകാശനം കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ നടന്നപ്പോൾ ഞാൻ ഇപ്പോൾ അരുന്ധതി ഉണ്ടായിരുന്നു എന്ന് അവിടെ. അപ്പം ഞാൻ നോവലിനെ കുറിച്ചൊരു 10 മിനിറ്റ് സംസാരിക്കുകയുണ്ടായി. അപ്പം അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് അരുന്ധതി റോയ് ഇവിടെ വരികയുണ്ടായി. എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് സാറ ജോസഫാണ് ടീച്ചറാണ് പ്രകാശനം ചെയ്ത് അരുന്ധതി സ്വീകരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയിലാണ് ഞാനിവിടെ ഇപ്പോൾ ഉള്ളത്. പ്രിയ എസിൻ്റെ വിവർത്തനം ഇംഗ്ലീഷും മലയാളവും വായിക്കാൻ കഴിവുള്ള എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഇംഗ്ലീഷ് വായിക്കുന്ന ശീലമുള്ളവർ അത് വായിച്ചിട്ട് പിന്നെ മലയാളം വായിക്കുമെന്ന് അറിയില്ല. ഞാൻ സാധാരണ വായിക്കാറില്ല. ഇംഗ്ലീഷിൽ വായിച്ചൊരു പുസ്തകം മലയാളത്തിൽ വായിക്കാറില്ല. അപ്പോൾ അരുന്ധതിയോട് വായിച്ചതെന്താ വെച്ചാൽ, പ്രിയയുടെ ഈ നോവൽ അച്ചടിക്കുന്നതിന് മുമ്പ് പ്രിയ പറഞ്ഞതുകൊണ്ടും ആണ് വായിച്ചത് ഞാൻ. അരുന്ധതിയുടെ നോവല്, ആ നോവലിലെ പ്രധാനപ്പെട്ടൊരു ഭാഗം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അത് പ്രിയ എങ്ങനെ വിവർത്തനം ചെയ്തത് ഞാൻ മറന്നുപോയി. അതിൽ അപ്പം ഞാനത് വിവർത്തനം ചെയ്യാനുള്ള ഈ ആശയം പലരും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വിവർത്തനം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ സുഹൃത്ത് ആദ്യത്തെ വിഷുപ്പതിപ്പിൽ മാതൃഭൂമിയുടെ കഥയ്ക്ക് സമ്മാനം കിട്ടി, ആർദ്ര എന്ന കഥയ്ക്ക് സമ്മാനം കിട്ടി മോഹൻദാസ് പറഞ്ഞു, നിങ്ങളങ്ങനെ പറഞ്ഞത് ശരിയല്ല. അത് ശരിയാണ്, അങ്ങനെ വിവർത്തനം ചെയ്യപ്പെടാത്ത ഒന്നുമില്ല. ഇപ്പം ഞാൻ ഇവിടെ സാഹിത്യ അക്കാദമി ഹാളിലാണ് ഇരിക്കുന്നത്. 2 ദിവസം മുമ്പ് സുഹൃത്ത് വി കെ ജോസഫ് ഇവിടെ ഇരുന്നിട്ട് യുളീസസിനെ കുറിച്ച് പറയാണ്ടേ, വായിച്ചവരൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ ആ നോവൽ വായിച്ച ഒരാൾ മൂസക്കുട്ടിയാണ്. കാരണം മൂസക്കുട്ടി ഒരു വിവർത്തനം ഇറക്കിയിട്ടുണ്ട്. ഞാനത് വില കൊടുത്ത് മേടിക്കുകയും ചെയ്തു. പിന്നെ ചിത്ര പണിക്കർ റിസർച്ച് ചെയ്തുകൊണ്ട് വായിച്ചിട്ടുണ്ടാവും. വളരെ ബുദ്ധിമുട്ടുള്ള, വായിക്കാൻ ബുദ്ധിമുട്ടുള്ള, ഞാനൊരു 10-30 പേജ് വായിച്ചു എന്നാണ് തോന്നണേ. അപ്പോൾ ആ ജോയ്സിനെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരനായിട്ട് കണക്കാക്കുന്ന മാർക്യൂസും ജോയ്സുമാണ് ഇഷ്ടപ്പെട്ട എഴുത്തുകാരെന്ന് അരുന്ധതി റോയ് പറഞ്ഞതായിട്ട് ഇവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജോയ്സിലെ പ്രധാനപ്പെട്ട പ്രമേയം ഭാഷയാണ്. അതുപോലെ അരുന്ധതിയുടെ നോവലിലെയും പ്രധാനപ്പെട്ടൊരു പ്രമേയം ഭാഷയാണ്. ഞാൻ എഴുതിയ പുസ്തകത്തിൽ 2 അധ്യായങ്ങൾ ഈ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെ മലയാളവും ഇംഗ്ലീഷും തമ്മിലുള്ള ബന്ധമാണ് ആ നോവലിലെ പല പ്രമേയങ്ങളിലൊന്ന്. അപ്പോൾ അരുന്ധതിയുടെ നോവലിൽ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഞാൻ ആ നോവലിനെ കുറിച്ച് പറയാനുള്ളത് അങ്ങനെയാണ്. ഈ ലോകത്തിന്
മലയാളം എന്ന ഭാഷയെ പരിചയപ്പെടുത്തിയ നോവലാണെന്ന്. ഏതൊരു ഭാഗമുണ്ട്, ഒരു ഓസ്ട്രേലിയക്കാരി ഒരു മിഷണറി ഉണ്ട്, മിസ് മിറ്റൺ ഈ കുട്ടികളോട് പറയാമോ നിങ്ങളുടെ ഭാഷ കേരളീസ് അല്ലേ? അപ്പോൾ കുട്ടികൾക്ക് പിടിച്ചില്ല. ഞങ്ങളുടെ ഭാഷ ചൈനീസ് മംഗളീസ് എന്നൊക്കെ പോലെ അങ്ങനെയൊന്നുമല്ല, ഞങ്ങളുടെ ഭാഷ മലയാളമാണ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗം, ആ മലയാളം എന്നുള്ളത്, എന്നിട്ട് അത് എഴുതിയിട്ട് ഇംഗ്ലീഷിലത് എഴുതിയിട്ട് അത് ഇംഗ്ലീഷിലത് മാഡം ഐ ആം ആഡം അതേപോലെയാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ മലയാളത്തിൽ പോത്ത് ചത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ, അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെ മലയാളത്തിൽ വിവർത്തനം ചെയ്യും, എങ്ങനെയാണ്, ഇപ്പോൾ ഞാൻ വായിച്ചതാണ് വിവർത്തനം, എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതിയാലേ ഈ മലയാളം എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ ഒന്ന് ഒരേപോലെ ആവുള്ളൂ, പോത്ത് ചത്ത് പോലെ ആവുള്ളൂ. അതേപോലെ ഇപ്പോൾ അതിൽ ഇപ്പോൾ വെളുത്ത എന്നുള്ള കഥാപാത്രം, ഈ വെളുത്ത എന്നുള്ള കഥാപാത്രം നമുക്കറിയാം മലയാളികൾക്ക് വെളുപ്പ് കറുപ്പ് എന്നൊക്കെ ഉള്ളത്. നോവലിൽ എന്തൊക്കെ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ ഇംഗ്ലീഷുകാരതെങ്ങനെയാണ് വായിക്കുക? എൻ്റെ സുഹൃത്തായിട്ടുള്ള ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നൊരു സുഹൃത്ത്, അവർ തന്നെ വായിച്ചത് വേലുത്ത എന്നാണ്, വേലുത്ത എന്നാണ്. അപ്പോൾ അവരും എങ്ങനെയായിരിക്കും, നമ്മളിവിടെ വെളുത്തയെ പറ്റി വിശദീകരിക്കുന്നത് എന്താ, രാത്രി പോലെ കറുത്ത, അങ്ങനെ വളരെ കാവ്യാത്മകമായിട്ട് അതിൽ ഏറ്റവും മനോഹരമായുള്ള ഒരു ചെറിയ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ആ വിവർത്തനത്തിൻ്റെ സന്ദർഭത്തിൽ അത് വിവർത്തനം പിന്നീട് അതിൻ്റെ ടൈറ്റിൽ വിവർത്തനത്തിൽ കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ. അപ്പോൾ പ്രിയ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തോന്നുന്നു, കുസാറ്റിലെറ്റുള്ള സന്ദർഭത്തിൽ ആണെന്ന് തോന്നുന്നു, അവിടെ ഉണ്ടായിരുന്ന കോട്ടയം ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്രിസ്ത്യാനിയായുള്ള സ്ത്രീ സംസാരിക്കുന്നതിനിടയ്ക്ക് ഒടേ തമ്പുരാന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് ഈ ഗോഡ് മാറിയിട്ട് കുഞ്ഞു കാര്യങ്ങളിൽ ഒടേ തമ്പുരാൻ എന്ന് വന്നത്. ആ വിവർത്തനത്തോട് നല്ല വിവർത്തനമാണത്. പക്ഷെ ഞാനാണ് വിവർത്തനം ചെയ്യുക ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നേ ഉപയോഗിക്കുള്ളൂ. അതിന് എൻ്റേതായ ന്യായങ്ങളുണ്ട്. പക്ഷേ ഈ വിവർത്തനമാണ് കൂടുതൽ ഒരു കൾച്ചർ, ആ ഒരു സംസ്കാരത്തിൻ്റെ കൾച്ചറൊക്കെ കോട്ടയത്തിൽ അങ്ങനെ അവതരിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ്, അതായത് 2-3 ദിവസം മുമ്പ് വേദിയിൽ വെച്ച് എൻ്റെ ഒരു സുഹൃത്ത് സംസാരിച്ചപ്പോൾ എൻ്റെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞു, ഇവരൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല അത്. അപ്പം അദ്ദേഹത്തെക്കാൾ പ്രായം എനിക്കുണ്ട്, ജോസഫിനേക്കാൾ. അപ്പോൾ ഞാനൊരു അപ്ഡേറ്റ് ചെയ്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, പിന്നേക്ക് പോകാമെന്ന്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ടീച്ചർ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ട്, ഹ്യൂമർ. എൻ്റെ ജീവിതത്തിൽ ഒരു മലയാളം നോവൽ വായിച്ചിട്ട് പൊട്ടിച്ചിരിച്ചിട്ടുള്ളത്, ഇവിടെ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, വായിച്ചവരുണ്ടാവും ഇവിടെ, സന്ധ്യാമേരിയുടെ മരിയ വെറും മരിയ. ഈ സന്ധ്യാമേരിയ ആളുകളെ അറിയുന്നത്, ഞാൻ പറഞ്ഞു കേട്ടത്, ഈ നോവലിന് ഈ അവരുടെ പേര് പറയുമ്പോൾ തെറ്റും, JBC ആണോ JCB? അതെ, അതെ, അത് ഇടിച്ചു പൊളിക്കണം. അത് തന്നെയാണ്, ആ കമ്പനീനെയാണ് ആ അവാർഡ് കൊടുത്തിട്ട് നിർത്തിയവർ. ആ അവാർഡ് വിവർത്തനത്തിന് ലഭിച്ചിട്ടുള്ളതാണ്. മീശയ്ക്ക് വിവർത്തനം ലഭിച്ചു, ജയശ്രീ കളത്തിൽ അവരാണത് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഫാത്തിമയ്ക്ക് മറ്റേ അതുണ്ട്, കിട്ടിയാണ്. എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല ഏതായാലും. അതെ, എനിക്ക് മനുഷ്യനാമുഖാണ് മനസ്സിൽ ഓർമ്മയുള്ളത് ആയിട്ട്. അതല്ല, ഡൽഹി ഗാഥകൾ ഫാത്തിമയ്ക്ക് അവാർഡുണ്ട് പറഞ്ഞു, അതാണ്. അപ്പോൾ ഈ സന്ധ്യാമേരിയുടെ നോവലിൽ ഒരിടത്ത്, ഇപ്പോൾ ഏതായാലും വിവർത്തകരിവിടെയുണ്ട്, ഞാൻ ആ അർത്ഥത്തിൽ വിവർത്തനം ചെയ്തിട്ടുള്ള ആളല്ല, എനിക്ക് വിവർത്തകൻ പറയാം, പക്ഷെ ആഖ്യാനങ്ങളിൽ നിന്ന് പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അതിലൊരു വാക്കുണ്ട്, ഇപ്പം മലയാളികൾക്ക് മാത്രമേ ചിലപ്പോൾ അത് ശരിക്കും മനസ്സിലാവുള്ളൂ, ചിന്നൻ. ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്ക് അറിയുമോ എനിക്കറിയില്ല, പണ്ടുള്ളവർക്ക് അറിയാം ചിന്നൻ്റെ അസുഖം തുടങ്ങിയത്.
അതിനെന്താ ഇംഗ്ലീഷ്? എന്തായിരിക്കും ഒരു ഇംഗ്ലീഷ്? പറ്റിയൊരു ഇംഗ്ലീഷ് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും അല്ലേ? അതെനിക്ക് ഉറപ്പില്ല. ഫിക്സ് ആണോ അത്? അങ്ങനെ എന്തോ ആണ് അത്. അങ്ങനെയാണ് ജയശ്രീ കളത്തിൽ വിവർത്തനം. അൽഷേമേഴ്സ് ആണോ എംനേഷ്യ ആണോ അറിയില്ല. ജയശ്രീ കളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് ഈ തരത്തിലാണ്. അൽഷേമേഴ്സോ അല്ലെങ്കിൽ എംനേഷ്യ അങ്ങനെ എന്തോ ആണ്. അതല്ല. പക്ഷേ ചിഹ്നം തന്നെ ഇംഗ്ലീഷിലില്ല. വേറൊരു വാക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുതരം സെനിലിറ്റിയാണ്. പിച്ചുംപെയ്യും പറയുന്ന പോലെ പ്രായമായി കഴിഞ്ഞാൽ അല്ല ചിഹ്നം എന്ന് പറഞ്ഞാൽ പ്രായമായാൽ മലയാള ചിഹ്നം എന്ന് വെച്ചാൽ പ്രായമായാൽ. സെനയിൽ എന്ന് പറഞ്ഞാൽ വേറെ പലതും ഉണ്ടല്ലോ. സെനയിൽ എന്ന് പറഞ്ഞാൽ സെനയിലിട്ട് വേറെ കൂടെ അത് ഉപയോഗിക്കാറുണ്ട്. അത് ഞാൻ അതായത് ഈ ഒരു വെല്ലുവിളിയാണ്. അതായത് വിവർത്തനം ചെയ്യുമ്പോൾ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിൽ വിവർത്തനം ചെയ്യുമ്പോഴുള്ള പല വെല്ലുവിളികൾ അത് ചെറുതല്ല. അപ്പോൾ എനിക്ക് തോന്നണത് അതിൻ്റെ ഇംഗ്ലീഷ് വാക്കേ വരുന്നുള്ളൂ. ഇപ്പോൾ ഏതോ ഒരു സന്ദർഭത്തിൽ ഞാൻ സംസാരിച്ചപ്പോൾ അവിടെ എന്നെ ഒരു മുഖ്യാതിഥിയിൽ വിളിച്ചതാണ്, മലയാള ഐക്യവേദിയുടെ. അപ്പോൾ അന്ന് സ്വാഗതം പറഞ്ഞവർ എന്നെപ്പറ്റി പറഞ്ഞത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരൊറ്റ മലയാള വാക്ക് ഉപയോഗിക്കില്ല, മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഒറ്റ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കില്ല. ശരിയല്ല അത്. പക്ഷെ അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ചൊരു സെൽഫ് കോൺഷ്യസ് ആവാറുണ്ട്. അപ്പോൾ ഈ ജയശ്രീ കളത്തിൻ്റെ ഈ വിവർത്തനം അത് ഞാൻ വായിക്കുകയാണ്. ഇത് രണ്ടും ഞാൻ വായിക്കുകയുണ്ടായി. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അത് വി കെ കൃഷ്ണമേനോൻ്റെ വി കെ കൃഷ്ണമേനോൻ്റെ കോളേജത്തെ ടീച്ചറാണ് ഇവിടെ ഉള്ളത്. വി കെ നാരായണമേനോൻ. സത്യത്തിൽ ഇന്ന് ഇവിടെ ഞാനിങ്ങനെ വന്നിരിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ 80-ന് മുമ്പ് വി കെ നാരായണമേനെ കണ്ട സന്ദർഭത്തിൽ ബോംബെയിൽ വെച്ചിട്ട് ഈ തോന്നുന്നു അദ്ദേഹം മുളന്തുകാരനാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ PA സുഭാഷ് ചന്ദ്രൻ അദ്ദേഹം മുളന്തോവാണ്. അദ്ദേഹവുമായിട്ട് ഞാനൊരു അഭിമുഖം നടത്തിയേനെ. ആ ചെമ്മീൻ എന്നുള്ളത് 18 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു എന്നാണ് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത്. അതിൽ അറബിയിൽ ഷെമ്മീൻ എന്നാണെന്ന് വി കെ നാരായണമേനോൻ തർജ്ജമ ചെയ്തപ്പോൾ ആ വിവർത്തനം എടുത്തുള്ളതാണ്. പക്ഷെ വായിച്ചിട്ടുണ്ടാവണം, പക്ഷെ ഓർമ്മയില്ല എനിക്ക്. പക്ഷെ ഇന്ന് നോക്കിയപ്പോൾ ദി ആംഗ്രി സീ ഗോഡസ് ചെമ്മീൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിപ്പോഴാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കടലമ്മ എന്നുള്ളതിട്ട് ആ കാര്യമില്ല എന്ന് വെച്ചിട്ടുണ്ടാവും. ആ ചെമ്മീൻ കൊടുത്തിട്ടുണ്ട് സംശയം. ഈ മുഴുവൻ ചെമ്മീൻ കൊടുത്തിട്ട് താഴെ കൊടുത്തിട്ട് ഏറ്റവും ഒടുവിലത്തെ ഒരു പതിപ്പാണ് ഷീലയാണ് കവറിൽ. ഈ 56-ൽ ഇറങ്ങിയ നോവലാണ്. 62-ലാണ് വി കെ നാരായണമേനോൻ്റെ വിവർത്തനം വരുന്നത്. 65-ലാണ് സിനിമ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള ഏറ്റവും ഒടുവിൽ ഇറങ്ങിയുള്ള ഒരു ഇത് ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. ഈ ഷീലയുടെ മുഖചിത്രത്തിൽ ഷീലയുണ്ട്. അത് ഞാൻ ഓർത്തു. ഞാൻ വിവർത്തനം ഈ ആഖ്യാനങ്ങൾ എന്നുള്ള ഇതില്ലായിരുന്നുവെങ്കിൽ എനിക്കിവിടെ പങ്കെടുക്കാൻ വേറൊരു യോഗ്യത ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു വെച്ചാൽ ഞാനൊരു 79 മുതൽ ഒരു 40 കൊല്ലമായിട്ട് വിവർത്തനം ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ നോവലൊന്നുമല്ല, ഞാൻ തന്നെ നടത്തിയുള്ള അഭിമുഖങ്ങൾ. ഞാൻ ലോകത്തിലെ കുറേ ആളുകളെ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് മുഴുവൻ ഞാൻ മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടാണ് അച്ചടിച്ചുള്ളത്. പെട്ടെന്ന് ഓർത്തു, അത്രയേ ഉള്ളൂ. ഞാനൊരു ഇത്രയും ചെമ്മീനെ പറ്റി പറഞ്ഞുകൊണ്ട് ഒരു ഷോക്കർ കൂടെ തരുന്നിട്ട് ഓഡിയൻസിനെ ഒന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്താമെന്ന് വിചാരിക്കുന്നു. ഈ നാരായണ മേനോൻ്റെ നല്ല ഒന്നാന്തരം ട്രാൻസ്ലേഷനാണ്, സംശയമില്ല. പക്ഷേ ഈ പോർട്ട് ഓഫ് ഗോൾഡ് ഒഴിച്ച് ഓക്കെ, അതിൻ്റെ ഒരു പിന്നാമ്പുറ കഥ, ബാക്ക് സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടണം. കാര്യം ഇത് ഇതൊന്നില്ല, എന്നാലും പ്രൊഫസർ ഓംചേരി എന്നോട് പറഞ്ഞ ഒരു കാര്യം കൂടെയാണ്. അതുകൊണ്ട് അതിനകത്ത് സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ PhD തീസിസിനുള്ള റീസേർച്ചിനിടെ ഞാൻ കണ്ടുപിടിച്ചതുമാണ് ഇപ്പോഴുള്ള മലയാള ചെമ്മീൻ നോവലിൻ്റെ 1/3 മാർക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ടെക്സ്റ്റ് വി കെ നാരായണ മേനോൻ്റെ. അത് യുനെസ്കോ സീരീസിൽ 1962 ഇത് ഇറങ്ങുമ്പോൾ
സായിപ്പിന് വായിക്കാനുള്ള സുഖത്തിന് കൾച്ചർ സ്പെസിഫിക് ആയിട്ടുള്ള, ലോക്കൽ സ്പെസിഫിക് ആയിട്ടുള്ള, മനസ്സിലാവാത്ത, ട്രാൻസ്ലേറ്റ് ചെയ്താൽ എങ്ങനെ ചെയ്താലും അവിടെ വായിച്ചാൽ പിടികിട്ടാത്ത കാര്യങ്ങൾ മുഴുവനും സാനിറ്റൈസ് ചെയ്ത് 30% ഓഫ് ദ ഹോൾ ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടാണ് ഈ വേർഷൻ ഇറങ്ങിയിട്ടുള്ളത്. അന്നത് 20,000 കോപ്പീസ് വിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു സാധനമുണ്ട്. ഇതിന് ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ അപ്രോപ്രിയേഷൻ എന്നും ടെക്സ്റ്റ് മാനിപ്പുലേഷൻ എന്നൊക്കെ പറയും. ഇതൊക്കെ ഇതിനകത്തുള്ള ട്രിക്സ് ഓഫ് ദ ട്രേഡിൽ പെടുന്നതാണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ? അതാ അല്ല, എനിക്കൊന്നും യു സ്പോക്ക് ടു വെരി അപ്പം എന്നാൽ ഫാത്തിമയ്ക്ക് തന്നെ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ തന്നെ ചില ഡയലോഗ്സ് ആവാം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. കാരണം സമയം ഇവിടെ 4:30 നമുക്ക് സംസാരിക്കാം. 15 മിനിറ്റ് നമുക്ക് സംസാരിച്ച് ഓഡിയൻസിന് കൈമാറാം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കുന്നത്, ഇപ്പോൾ നേരത്തെ പലതവണ ഷൺമുഖൻ സാറും അതുപോലെ ജോസഫ് സാറും എക്സ്പ്ലെയിൻ ചെയ്തു, ഈ വാക്കുകൾ എങ്ങനെ നമ്മൾ കണ്ടെത്തുന്നു എന്നുള്ളത്. അത് തർജ്ജമയിൽ, അത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ആയാലും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ആയാലും അത് വലിയൊരു കടമ്പയാണ് ഞാൻ നോക്കിയിട്ട്. ചില സമയത്ത് എൻ്റെ അനുഭവം ഞാൻ ആദ്യം പറയാം. എൻ്റെ അനുഭവത്തിൽ ചില വാക്കുകൾ നമുക്ക് ഇംഗ്ലീഷിനേക്കാൾ നല്ല വാക്കുകൾ മലയാളത്തിൽ കിട്ടും. അതേസമയത്ത് ചിലപ്പോൾ ഒരു ഇംഗ്ലീഷ് വാക്കിന് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടാൻ വല്ലാതെ ബുദ്ധിമുട്ടാറുമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്പേസ് എന്നൊരു വാക്കെടുക്കുക. സ്പേസ് എന്ന് പണ്ട് ഞങ്ങളുടെ കോളേജിൽ MT പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ വെറുതെ ഒരു രസത്തിന് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പുസ്തകത്തിൽ ഒരു ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങിച്ചു. അത് അദ്ദേഹം എഴുതിയത് അക്ഷരങ്ങൾക്കിടയിലെ സ്പേസ് കൊണ്ട് അക്ഷരങ്ങളെക്കാൾ അർത്ഥം ജ്വലിപ്പിക്കാൻ കഴിയണം. MT വാസുദേവൻ നായർ. അത് വലിയൊരു തത്വമായിരുന്നു അന്ന് അദ്ദേഹം എഴുതുന്നത്. കോളേജ് പഠനകാലത്താണ്. അപ്പോൾ ഈ സ്പേസ് എന്ന് പറയുന്നത് ഒരിക്കൽ 1-2 തവണ എൻ്റെ ട്രാൻസ്ലേഷൻസിൽ കയറി വന്നു. സ്പേസിന് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ സ്പേസ് എന്നൊരു വാക്കുകൊണ്ട് ഒരുപാട് അർത്ഥങ്ങൾ ധ്വനിപ്പിക്കാം. മലയാളത്തിലാവട്ടെ സ്പേസ് എന്നുള്ളതിന് പകരം അതിൻ്റെ സാന്ദർഭികമായിട്ട് നമുക്ക് ഒരുപാട് വാക്കുകൾ സെലക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. പരപ്പ്, വ്യാപ്തി, അല്പസമയം, ക്ഷണനേരം, കയറിപ്പറ്റാനൊരു സ്ഥലം, ശൂന്യാകാശം, വിശാലത, വിസ്താരം, അകലം, ദൂരം, അന്തരം, അന്തരാളം, കാലാന്തരം, ഇടവേള, ഇതൊക്കെ സ്പേസിൻ്റെ മലയാളത്തിലെ അർത്ഥങ്ങളാണ്. അപ്പോൾ നമ്മളൊരു കൃതി പരിഭാഷപ്പെടുത്തുമ്പോൾ അവിടെ ആ സ്പേസ് എന്ത് പശ്ചാത്തലത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് നോക്കേണ്ടിയിരിക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ചില വാക്കുകൾക്ക്, ഇപ്പോൾ എൻ്റെ ഒരു കൊളീഗിൻ്റെ ഒരു ഗ്രാൻഡ് ഡോട്ടർ 12 വയസ്സായിട്ടുള്ളൂ. ആ കുട്ടി UK-യിലാണ്. ആ കുട്ടി 12 വയസ്സായ കുട്ടി നോവൽ എഴുതിയിട്ടുണ്ട്. വളരെ നല്ലൊരു നോവലാണ്, ഡ്രീം ഫോർ എറ്റേണിറ്റി എന്ന് പറഞ്ഞിട്ട്. ഒരു 4 പെൺകുട്ടികളുടെ ഓർഫനേജിലെ കഥയാണ്. അത് കഥ എന്നുള്ളതിനേക്കാൾ കവിഞ്ഞതിലെ ആ ഭാഷയാണ്, നല്ല ഭാഷയാണ്. അപ്പോൾ ഈ 4 കുട്ടികളും ചെസ്സ് കളിക്കാരാണ്. അപ്പോൾ അതിലെ ഒരു അധ്യായത്തിൻ്റെ പേര് ഗാംബിറ്റ് എന്നാണ്. ചെക്ക്മേറ്റ്, അങ്ങനെ ചെസ്സിൻ്റെ വാക്കുകൾ കുറച്ചുണ്ട്, പല അധ്യായങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഗാംബിറ്റാണ്. ഗാംബിറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞാൻ നോക്കിപ്പോയപ്പോൾ ഈ ചെക്ക്മേറ്റിന് മുമ്പുള്ള 2 നീക്കങ്ങളെ, അതിന് മുമ്പ് വരാവുന്ന 2 നീക്കങ്ങളെയാണ് ഗാംബിറ്റ് കൊണ്ട്. അതായത് നമ്മൾ നേരത്തെ കണ്ടുകൊണ്ട് കിങ്ങിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി നേരത്തെ 3 നീക്കങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ് ഗാംബിറ്റ്. അതിനെങ്ങനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും? ചെക്ക്മേറ്റ് നമുക്ക് എഴുതാം, പക്ഷേ ഗാംബിറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ വായനയുടെ ആ ഇതങ്ങ് പോവും. പക്ഷെ അവിടെ നമുക്കത് അറിയിക്കണം എന്നേ ഉള്ളൂ എന്തായിരുന്നു ആ കുട്ടി ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ ഒരു പ്രലോഭനം എന്നൊരു വാക്ക് എനിക്ക് കിട്ടി. എനിക്ക് തോന്നി അത് നല്ലൊരു വാക്കാണ്. ഗാംബിറ്റ് എന്നുള്ളതിന് മലയാളത്തിൽ പ്രലോഭനം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കടിച്ചാപ്പൊട്ടലില്ലാതെ. അപ്പോൾ എങ്ങനെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കുള്ള കാര്യങ്ങളാണ്. എന്നേക്കാൾ എത്രയോ വലിയ ടാസ്ക്കാണ് എൻ്റെ ഈ കൊളീഗ്സ് 4 പേരും ചെയ്യുന്നത്. ലക്കിലി ഞാൻ മാത്രമേ ഇവിടെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ചെയ്യുന്ന ആളായിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം.
വാക്കുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ള വാക്കുകൾ ഓരോ വാക്കും ഒരു ചരിത്രത്തോടു കൂടിയാണ് വരുന്നത് എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു ഒരു പരിഭാഷകൻ എന്നുള്ള ഒരാൾക്ക് തീർച്ചയായും വാക്കുകളുടെ ഒരു ബാഗേജ് എന്തായാലും വരും. അത് വന്ന വഴിയൊക്കെ എന്തായാലും വരുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഭാഷയിൽ അഭിരമിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് തന്നെ. ഈ രണ്ട് ഭാഷകളുമായിട്ടുള്ള ഒരു ഇൻ്റർഫേസിൽ വന്ന് ചേരാവുന്ന അതിൽ നിന്നുണ്ടാവുന്ന ആ കൊളിഷൻ നിന്നുണ്ടാവുന്ന ഭാഷാന്തരങ്ങളല്ലേ അതിൻ്റെ ഒരു ഗൂഢാർത്ഥങ്ങൾ തിരിച്ചറിയുക. ഈ തലങ്ങൾ സബ് ടെക്സ്റ്റുകൾ എങ്ങനെയാണ് നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ചില പുസ്തകങ്ങൾ നമ്മൾ തിരഞ്ഞെടുപ്പിനെ പറ്റി ചോദിക്കുമ്പോൾ പോലും പറയും ചില പുസ്തകങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക വെറുക്കും ചില പുസ്തകങ്ങളാണ്. പക്ഷേ വിവർത്തനം ചെയ്യുക എന്ന് പറയുന്നതും കൂടി അത് വിവർത്തനം ചെയ്യേണ്ടത് ഒരു നമുക്ക് ഐഡിയോളജിക്കലി ചിലപ്പോൾ അതിനോട് ഒരു തരത്തിൽ യോജിച്ച് പോകാൻ ഉണ്ടാവണമെന്നില്ല. എടുത്തു തുടങ്ങിയപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ എന്തെങ്കിലും വഴി വന്നതായിരിക്കും ആ ടെക്സ്റ്റ് നമ്മളെടുത്ത്. അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഭാഷയുടെ തിരഞ്ഞെടുപ്പിലും ചിലപ്പോൾ അതൊക്കെ അല്ലെങ്കിൽ ഒരു വാക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കും നമ്മളുടെ ഒരു സബ്ജക്റ്റീവായിട്ടുള്ള ഒരു പൊസിഷൻ അവിടെ ഉണ്ടല്ലോ. എന്തുതന്നെയാലും വിവർത്തനം സബ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും തോന്നാം. പിന്നെ ആ വളരെ ഇന്നോക്വസ് ആയിട്ടുള്ള വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു ടെക്സ്റ്റിന് പോലും എത്രയോ സബ് ടെക്സ്റ്റ് ചിലപ്പോൾ ഓത്തർ ഉദ്ദേശിച്ചിട്ട് പോലും ഉണ്ടാവില്ല, ചിലപ്പോൾ ഓത്തറിന് ഇഷ്ടപ്പെടുക പോലും ഇല്ല നമ്മൾ വിവർത്തനത്തിൽ അതെടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രേസ് ടീച്ചറുടെ കഥകൾ ചെയ്തപ്പോൾ ഞാൻ പൊതുവിൽ കണ്ടത് ടീച്ചറുടെ അടുത്ത് പിന്നെ ഒരു ഇൻ്റർവ്യൂ കൂടി അറ്റാച്ച് ചെയ്യണം അതിൻ്റെ പബ്ലിഷർ ഇതിൻ്റെ ഒരു നിഷ്കർഷയുടെ ഭാഗമായിട്ട്. അപ്പോൾ ടീച്ചറോട് ഞാൻ കണ്ടത് എത്രയോ സ്ഥലത്ത് നിറത്തിനോടുള്ളൊരു ആഭിമുഖ്യം അല്ലെങ്കിൽ നിറത്തിനോടുള്ള കാഴ്ചപ്പാടിൽ ടീച്ചർ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു വെളുത്ത നിറത്തിനോട് അല്ലെങ്കിൽ ഗോതമ്പ് നിറത്തിനോട് അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനം ടീച്ചർ പല കഥകളിലും കണ്ടു. അപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചു അങ്ങനെ ടീച്ചർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് ടീച്ചർ അറിയുമായിരുന്നു? ടീച്ചർ അറിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു സാധനയേ ഇല്ലെന്ന് ടീച്ചർ ആദ്യം പറഞ്ഞു. അപ്പോൾ ടീച്ചർക്ക് തന്നെ കുറച്ച് അതിനോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുത്തു. അപ്പം നമ്മൾ ഈ വായിക്കുന്നത് ഇൻ്റർപ്രിറ്റേറ്റീവ് ഗെയ്സ്, ഇൻറ്റിമേറ്റ് ഗെയ്സ് മാത്രമല്ല ഇൻ്റർപ്രിറ്റേറ്റീവ് ഗെയ്സും കൂടിയാണല്ലോ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പുകളിലും നമ്മൾ എന്ത് വാക്കുകളാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള തീർച്ചയായും അത് നമ്മളെ ഇൻഫ്ലുവൻസ്. പിന്നെ എല്ലാ വാക്കുകളും നമുക്ക് അറിയണമെന്നൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു പ്രേമിച്ചൊക്കെ എങ്ങനെ ചെയ്തു എന്നറിയില്ല. ലിസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ വളരെ കുറച്ച് മാത്രം ചെയ്ത ഒരാളാണ്, വളരെ കുറച്ച് മാത്രം പരിഭാഷകൾ ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇവരൊക്കെ എത്രയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഞാൻ ഇവിടെ ഇരിക്കാൻ പോലും ചിലപ്പോൾ യോഗ്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ എത്രയോ ലിസ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ എത്രയോ പ്രേമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഓരോരുത്തരുടെ എടുത്തു നോക്കിയാലും ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമ്മൾ ആ കാലത്ത് അവർക്ക് ഭയങ്കര ബുദ്ധി. ഇന്ന് നമുക്ക് ഓൺലൈൻ സൗകര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഓൺലൈൻ ഡിക്ഷണറികളുള്ളത് കൊണ്ട് കൂടി വലിയ ഹെൽപ്പാണ്. ഓരോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഏതാളും അത് പറയും. ഇന്ന് എത്രയോ എളുപ്പമാണ്. മുമ്പ് നാലപ്പാടൻ എത്രയോ ഡിക്ഷണറി നോക്കിയായിരുന്നു ചെയ്തതെന്നും അതുകൊണ്ടാണ് ഈ ക്ലങ്കി ആയിട്ടുള്ള ഫ്രേസസ് ഉണ്ടായതെന്നും അതുകൊണ്ടാണ് വായിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷേ ഭാഷയ്ക്ക് മുതൽക്കൂട്ട് എന്നുള്ള രീതിയിൽ പല പ്രയോഗങ്ങളും ഭാഷയിലേക്ക് വരികയൊക്കെ ചെയ്തതെന്നുള്ള രീതിയിൽ പലപ്പോഴും നമ്മളെപ്പോൾ സ്ഥിരമായി നമ്മൾ ഡിസ്കഷനിൽ കേൾക്കുന്നതല്ലേ. അപ്പം ഒരു വാക്ക് തിരഞ്ഞെടുക്കുന്നതിലുണ്ട്. ഇന്നാൾ ഞാനൊരു അഞ്ജലി ദേശ്പാണ്ഡെ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയുടെ ഒരു പുസ്തകം വായിക്കുമ്പോൾ, ഒരു നോവൽ വായിക്കുമ്പോൾ അതിലുണ്ട് ഡോക്ടറി എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. This business of doctory is indeed fraught with problems അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറി എന്ന് പറഞ്ഞാൽ വെച്ചാൽ ക്ലിനിക്കാണത് ഫണ്ടമെൻ്റലി. അപ്പോൾ ഡോക്ടറി എന്നുള്ളൊരു പദം തെറ്റിയതാണോ എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ അറിവില്ലായ്മ അത്. അപ്പോൾ ഞാനത് നോക്കുമ്പോൾ ആ വാക്ക് എന്ന് പറയുന്നത് വലിയ ബാഗേജുമായിട്ട് വരുന്ന വലിയ സോഷ്യൽ മാനങ്ങളുള്ള വാക്കാണ്. എന്തെന്ന് വെച്ചാൽ അന്ന് ബ്രിട്ടീഷുകാർ ട്രഡീഷണൽ പിന്നീട് അവർ ഓൾട്ടർനേറ്റ് മെഡിസിൻ എന്ന് പറഞ്ഞ് വെച്ച പിന്തള്ളിക്കളഞ്ഞ് അല്ലെ തള്ളിക്കളഞ്ഞ അവരുടെ മെഡിസിൻ വന്നപ്പോൾ അവർ ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞ് ട്രഡീഷണൽ മെഡിസിനെ ഒഴിവാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് വളരെ പ്രോഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആയി വരുന്ന ഒരു ഉത്തരേന്ത്യൻ ഗ്രാമത്തിലുള്ള ഒരു ക്ലിനിക്കിനെ കുറിച്ച്, ഒരു മോർച്ചറി ക്ലിനിക്കിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ ഡോക്ടറി എന്നുള്ള പദത്തിൻ്റെ ഒരു വന്ന വഴി എന്നുള്ളത് ഒരു സാധാരണ ഉപയോഗിച്ചതല്ല. അത് ക്ലിനിക്കിൽ നിന്ന് അവർക്ക് ഉപയോഗിക്കാമായിരുന്നു, പക്ഷെ അവർ തിരഞ്ഞെടുത്തതും ഡോക്ടറി എന്നുള്ള ആ പദം തന്നെയാണ്. അപ്പോൾ അത് ലോക്കലി ആളുകൾ സംസാരിക്കുന്നതിലാണ്. ഐ തിങ്ക് മറാഠി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളുണ്ടായിരുന്നു ഇവിടെ, ഉണ്ടെങ്കിൽ അറിയായിരിക്കും. ഹീസ് ഗോൺ. അപ്പോൾ അത് ആ യൂസ് ചെയ്യുന്ന ആ പദത്തിൽ നിന്നാണ് വന്നത് എന്നാണ് നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചോയ്സ് എന്നുള്ളത് അന്നത്തെ ചിലപ്പോൾ വേണേൽ പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് വേറൊരു ചോയ്സ് ആയിരിക്കും വരുന്നത്. പക്ഷെ അന്ന് ഏറ്റവും ഉത്തമം എന്നുള്ള രീതിയിൽ ഒരു പദം കിട്ടാതെയൊക്കെ 2-3 ദിവസമൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ വെറുപ്പിക്കും ആ പദം കിട്ടാതെയൊക്കെ. പക്ഷെ അത് വരും.
കാരണം ഈ ഭാഷയിലാണല്ലോ കളിക്കുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായും വരും. അപ്പോൾ ഓരോരാളത് ഓരോ മാതിരി ആയിരിക്കുന്നേ ഉള്ളൂ, വ്യത്യസ്ത രീതിയിലാവും ചെയ്യും. ഇന്നലെ കുട്ടികൾ ട്രാൻസ്ലേഷൻ വർക്ക്ഷോപ്പിൽ എൻ്റെ കുട്ടികളെ വർക്ക്ഷോപ്പിൽ സഹായിക്കുമ്പോൾ കുട്ടികൾക്ക് സെക്കൻഡിന് മലയാളം എന്താണ് എന്നുള്ള, സെക്കൻഡിന് മലയാളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സെക്കൻഡിന് മലയാളം ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. സെക്കൻഡിന് ഒരു പദം ഉണ്ടോ മലയാളത്തിൽ? നിമിഷം തന്നെ കുട്ടികൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ എല്ലാ ഭാഷകൾക്കും പരിമിതികളും വ്യാപ്തികളും ഒക്കെ ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്ന എങ്ങനെയാണ് നമ്മളുടെ ഒരു ഹൊറൈസൺ ഓഫ് റീഡിംഗ് ഒക്കെ ഉണ്ടാവും. ഒരു കാര്യം ചോദിക്കാണ്ട്, മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ എങ്ങനെ സോളിലോക്വി ആയതാണ്? ഇത് പലപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതിനായിരുന്നില്ല പൊതുവിൽ ഫേസ് ചെയ്തിരുന്നത്. പ്രൊഫസ്ഡ് മാൻ ചെയ്തപ്പോൾ മനുഷ്യനൊരു അമുഖം എന്നുള്ളത് പ്രൊഫസ്ഡ് മാൻ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് പലപ്പോഴും ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ള ചോദ്യമാണ്. അത് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടോയെന്ന് എനിക്കറിയില്ല, അതെനിക്കൊരു പുരുഷൻ്റെ കഥയാണ്, ഒരു സംശയരഹിതമെന്നെ എനിക്കൊരു പുരുഷൻ്റെ കഥയാണത്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രൊഫസ്ഡ് മാൻ എന്ന് മാത്രമേ എനിക്കതാക്കാൻ പറ്റുള്ളൂ, അല്ലാതെ പ്രൊഫസ്ഡ് വർക്ക് ഹ്യൂമൻ ബീയിങ്. നമ്മൾ പ്രൊഫസ്ഡ് വർക്ക് ഹ്യൂമൻ ബീയിങ് എന്ന് വെച്ചാൽ അതുപോലെ ട്രീറ്റൈസിൻ്റെ അല്ല ഒരു വലിയൊരു എന്തോ ഒരു അക്കാഡമിക് ബുക്കിൻ്റെ ഒരു ഇത് വരും. അപ്പോൾ അതൊരിക്കലും പറ്റില്ല. പിന്നെ ഇതൊരു ആൺകഥ തന്നെയാണ്, മലയാളി ആണിൻ്റെ കഥയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ സൊളിലയ്ക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ബാലഡ്സ്ന്നോ എങ്ങനെ ഏത് രീതിയിൽ നമ്മൾ ചെയ്യുന്നുള്ളത് വെച്ചാൽ അതൊന്നും അതിന് റെസണേറ്റ് ചെയ്യില്ല. അപ്പോൾ പല സിനോണിമും നോക്കി, അപ്പോൾ ഒരുപാട് സിനോണിം നോക്കി. ഇൻഫാക്ട് കുറേ ദിവസം എഡിറ്ററും ഞാനും നന്ദകുമാറും എൻ്റെ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത നന്ദകുമാറും എല്ലാവരും നോക്കിയതാണ്, മുകുന്ദേട്ടനും. പക്ഷേ എത്ര കളിച്ചിട്ട് നമുക്കതൊരു ശരിയാകുന്നില്ല അവിടെ എന്താണ് എന്നുള്ളത്. അപ്പോൾ ആ നോവലിൽ ഉടനീളം ഒരാൾ ഇങ്ങനെ നടന്നു പോവുകയാണ്, ഒരു സൊളിലക്കായി സീൻ ഒരാളിങ്ങനെ നടന്നുകൊണ്ട് ഡൽഹിയെ കാണുകയാണ്, സ്വയം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ. അത് ഫണ്ടമെൻ്റലി ഇറ്റ്സ് സൊളിലക്കി ത്രൂ ഔട്ട്. അപ്പോൾ ആ സൊളിലക്കിയാണ് അതിന് ഏറ്റവും ചേരുക എന്നുള്ള രീതിയിൽ അതിനെ മാറ്റിപ്പണിതത്. ടീച്ചർ പറഞ്ഞപ്പോൾ ഓർത്തൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചു, സമയമില്ലാത്തതുകൊണ്ട് പറയാൻ. ഇപ്പോൾ അനന്തരം എന്നുള്ള സിനിമ, അത് ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് മോണോലോഗ് എന്നാണ്, അനന്തരമല്ല. ഇപ്പോൾ ഓൾട്ടർനേറ്റ് ടൈറ്റിൽസ്, ഇപ്പോൾ കുഞ്ഞുകാര്യങ്ങളിൽ ഒടേ തമ്പുരാൻ എന്ന് പറഞ്ഞല്ലോ, അതേപോലെ അങ്ങനെ പതിവുണ്ട് പറയാം. മറ്റു പ്രിയയുടെ അതെ. ഈ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റി പറയുമ്പോൾ നമ്മൾ നോവലിൽ നിന്നും അല്ലെങ്കിൽ ചെറുകഥകളിൽ നിന്നും അത്ര പ്രശ്നം വരാറില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആ കഥയുടെ ഇവിടുത്തെ ആക്ഷന് മുകളിലാണ് ഈ ട്രാൻസ്ലേഷൻ പോകുന്നത്. ചെറിയ കൾച്ചർ സ്പെസിഫിക് ആയിട്ടുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ലാത്ത അതൊക്കെ ഇപ്പോൾ ട്രേസസ് ഓഫ് ദി ഒറിജിനൽ എന്നും പറഞ്ഞ് ട്രാൻസ്ലേഷൻ ഇടുക എന്നുള്ളൊരു ഫാഷനുണ്ട്. അത് ഈ പബ്ലിഷിംഗ് ഹൗസസ് തന്നെ അവിടെയുള്ള എഡിറ്റേഴ്സ് പറയും അങ്ങനെ വേണമെന്ന്. അല്ലാതെ തന്നെ നമ്മൾ ബോധ്യമായിട്ട് നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ പോലും വേണമെന്ന് പറഞ്ഞിടുക. ഈ പുട്ടിന് പീരിയിടുന്ന പോലെ അല്ലെങ്കിൽ കരുവേപ്പില ഇടുന്ന പോലെയൊക്കെ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അത് ഒഴികെ ബാക്കി സെൻസാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ വായിച്ച് നമുക്ക് കിട്ടുന്ന സെൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനകത്ത് വാക്കുകളുടെ ചോയ്സ് അത്ര ഇതില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മലയാളത്തിൻ്റെ ഒരു വാക്കിന് 100-ൽ പരം ഷെയ്ഡ്സ് ഓഫ് മീനിങ്ങൊക്കെ കാണും ഇംഗ്ലീഷിൽ. അതിനകത്ത് ബെസ്റ്റ് തിരഞ്ഞെടുത്ത് നമുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇംഗ്ലീഷിൻ്റെ ഒരു വലിയ ഭയങ്കര ബൃഹത്തായ ഒരു ലോകമുള്ളതുകൊണ്ട് മലയാളത്തിൻ്റെ വളരെ ഇതായിട്ട് വളരെ ഒരു എന്താ പറയണ്ടേ ഒരു സൈൻ ബോർഡ് പോലെ ആയിരിക്കും ഒരു വാക്ക്, എങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവാം, അങ്ങനെ സംഭവം. പക്ഷേ കവിതയുടെ കാര്യത്തിലാണ് 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, നമ്മളെ സുഹൃത്ത് പിന്നെയും അൻവർ അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് ചേർന്നും ഗ്രൂപ്പായിട്ടൊക്കെ കവിത ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, പണ്ട് തുടങ്ങി ചെയ്യുന്നൊരു കാര്യമാണ്. അൻവറിന് ഞങ്ങൾ 2-3 പേര് ചെയ്യുന്നതും അത്രയൊന്നും ഇഷ്ടപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആകില്ല. എന്ന് പറഞ്ഞാൽ ഒറിജിനലി ഈ സെൻസ് വരണമെന്ന് പറഞ്ഞ വാക്കിന് മുകളിൽ ഞങ്ങൾ ഇരുന്നിരുന്നായിരിക്കും ചിലപ്പോൾ ഒരു വാക്ക് തിരഞ്ഞെടുക്കുന്നത്. അത് നമ്മൾ മാത്രമായിട്ട് തിരഞ്ഞെടുത്ത കാര്യമില്ല, ആ കവിയും കൂടെ കൂട്ടത്തിൽ കൂട്ടണം, അല്ല നമുക്ക് സ്വകീയമായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ട്രാൻസ്ലേഷൻ വർക്ക്ഷോപ്സാണ് പോയട്രി ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. വേറൊരു ആസ്പെക്റ്റ് ഉള്ളത്, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷയിൽ നിന്ന്, രാജസ്ഥാനി ഫോർ എക്സാമ്പിൾ, രാജസ്ഥാനിയിലുള്ള കവിത നമ്മൾ ചൊല്ലിക്കേട്ടാൽ എൻ്റെ താളം കൊണ്ടും എൻ്റെ മറ്റുള്ള വരി കൊണ്ടും കവിതകൾ തമ്മിലുള്ള ഒരു ഭാഷയുണ്ട്, ഒരു വിനിമയമുണ്ട്, അത് നടക്കും. അങ്ങനെ അതേ രീതി ഉപയോഗിച്ച് തന്നെ കന്നഡത്തിൽ നിന്ന് വിനയേന്ദ്ര സാറും ഞാനും കൂടെ കബൺ പാർക്കിൽ ഇരുന്നുകൊണ്ട് അഞ്ചുതൽ വിനായകം തുടങ്ങിയ ഒരു 3-4 കവിതകൾ വെറുതെ ശിവപ്രകാശ് എന്ന് പറയുന്ന ഞങ്ങളുടെ കവിയുണ്ട്, അദ്ദേഹം ചൊല്ലുന്നത് വിനയേന്ദ്രൻ അതുപോലെ അതേ താളത്തിൽ അന്നേരം ഇൻസ്റ്റൻ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ഈ ഒരു സംഗതി കവിതയിൽ മാത്രമുള്ളതാണ്.
ഈ തിരഞ്ഞെടുക്കുന്നതെന്നുള്ള ഒരു ഡിസ്കഷൻ വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഇങ്ങനെ വളരെ ജൈവമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. അതിൻ്റെ അങ്ങേയറ്റത്തെ വളരെ ഏറ്റവും അടുത്ത, അതായത് കവിതയും അത്ര ഇൻറ്റൻസായിട്ടുള്ളൊരു വിനിമയ മാർഗമാണല്ലോ. ആ ഇൻറ്റൻസിറ്റി കളയാതെ അടുത്ത ഭാഷയിലേക്ക് പോകാനായിട്ട് അൻവറിൻ്റെ ഇൻസിസ്റ്റ് ചെയ്യുന്ന, അല്ല ഞാൻ സഹകരിച്ച് ഞാനും അൻവറും കൂടെ ചെയ്യുമ്പോൾ അങ്ങനെ, ഞാൻ അൻവറെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഒത്തിരി ഇതുപോലുള്ള കവികളുണ്ട്. ആ മരിച്ചുപോയ ടി പി രാജീവൻ്റെ പേര് ഓർക്കുമ്പോൾ, ടി പി രാജീവൻ്റെ കാര്യം ഒന്നുകൂടെ ഓർക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. കാര്യം നേരത്തെ ഞാനിവിടെ കവിത വായിച്ച കാര്യം പറഞ്ഞില്ലേ, അന്ന് എൻ്റെ കവിതകളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ടി പി രാജീവനാണ് ഇതേ വേദിയിൽ നിന്ന് ചൊല്ലുക. അദ്ദേഹം നമ്മളുടെ കൂടെ ഇന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത് വളരെ ഒതുക്കി പറയാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചാണിത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടോ? അമ്മയ്ക്കുണ്ട്. ഇതിന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്ന് വട്ടം തിരിയേണ്ട വല്ല കാര്യമുണ്ടാ? അച്ഛനുണ്ട് ചിഹ്നൻ്റെ, അമ്മയ്ക്കുണ്ട് ചിഹ്നൻ്റെ. അപ്പോൾ ഇതിന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് നടക്കലാണോ ഞാൻ ചെയ്യേണ്ട കാര്യം? അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എണീറ്റ് പോയിട്ട് അവർക്ക് വല്ല ചികിത്സയും കാര്യങ്ങളും അന്വേഷിച്ച് നടക്കല്ലേ ഏറ്റവും കൂടുതൽ ഗുണകരം എന്ന് ആലോചിച്ച് പോകണം. അപ്പോൾ ഏത് കാര്യങ്ങൾ നമ്മൾ ഈ ഇപ്പോൾ സ്പൈസസ് എന്തിട്ടാ ആ സാറ് പറഞ്ഞല്ലോ, എം ടി സ്പൈസ്, ഒരു സ്പൈസ് എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ച് എം ടി സ്പൈസിനെ കുറിച്ച് പറഞ്ഞത്? സ്പേസ് സോറി. അപ്പോൾ എന്ത് സാഹചര്യത്തിൽ പറഞ്ഞത്, എന്താ പറഞ്ഞതെന്നുള്ളത് നമ്മൾ ഇതൊക്കെ അന്വേഷിച്ച് പോകേണ്ട കാര്യം. ട്രാൻസ്ലേഷൻ ഇതിനൊക്കെ അന്വേഷിച്ച് പോകേണ്ട വല്ല കാര്യമുണ്ടാ? അച്ഛനൊരു ചിഹ്നൻ്റെ, അമ്മയ്ക്കും ചിഹ്നൻ്റെ. അപ്പോൾ അതിന് വല്ല ചികിത്സയും കാര്യങ്ങളും വല്ല ചെയ്തു കൊടുത്താൽ മതി. ഇത് ഈ ട്രാൻസ്ലേഷൻ അന്വേഷിച്ച് പോകേണ്ട കാര്യമെന്ന് മാത്രം ചോദിച്ചുള്ളൂ. ഞാനൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സാറാ ജോസഫിൻ്റെ കറ എന്ന് പറഞ്ഞ നോവല് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു ടൈറ്റിൽ കിട്ടാണ്ട് വിഷമിച്ചിട്ട് സ്റ്റെയിൻ എന്നാണ്. അപ്പോൾ സിസ്റ്റർ അത് പോരല്ലോ, ഒന്ന് വേറെ ഏതെങ്കിലും കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടുപിടിച്ചാൽ അത് കുറേയും കൂടി റൈറ്റായിരിക്കുന്നു. കറ എന്ന് പറഞ്ഞാൽ പാപക്കറ, മറ്റേ OPM കറ, പലതും പല അർത്ഥങ്ങളും മലയാളത്തിൽ വരുന്നുണ്ട്. പക്ഷെ ഇംഗ്ലീഷിലേക്ക് സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ അത് ശരിയാവാത്ത പോലെ. അതൊന്ന് ടീച്ചർക്ക് വലിയ സഹായകമായിരിക്കുമോ ചെയ്താൽ? ഇല്ല പക്ഷേ ഇല്ല എന്നോട് ഈ പ്രാവശ്യത്തെ വേദിയിലാണ് പറഞ്ഞേ ഒരു ടൈറ്റിൽ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചത്. എല്ലാവരും കേക്കലെയാണ് അത് ചോദിച്ചത്. ഒറ്റ ഇതില് സ്റ്റെയിൻ തന്നെയാണ് ആപ്റ്റായിട്ട് തോന്നുന്നത്. വേറെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ സാറ ടീച്ചർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ അത് പറഞ്ഞു. പെർമനന്റ് സ്റ്റെയിൻസ് ഉണ്ടാവാം. പിന്നെ അതൊന്നും ദാറ്റ്സ് നോട്ട് റൈറ്റ്. അതെ, ആലോചിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഹലോ, VG ഗോപാലകൃഷ്ണൻ. ഇവിടെ ഹിന്ദി ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്താണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനാണ്. ഹിന്ദി ഭാഷയുടെ ഹിന്ദി എന്ന് പറയുമ്പോൾ അതൊരു ഒറ്റ ഭാഷയല്ലെന്നറിയാലോ. വടക്കേന്ത്യൻ ഒരുപാട് ബോലികളുടെ ഉപഭാഷകളുടെയൊക്കെ ഒരു സംയുക്തമായിട്ടുള്ള രൂപമാണ് ഹിന്ദി എന്ന് പറയുന്നത്. അവിടെ സാധാരണ ഒരു സാഹിത്യ ഭാഷയിലുള്ള വിഷയങ്ങളാണെങ്കിൽ നമുക്ക് വലിയ പ്രയാസമില്ലാതെ തന്നെ മൊഴിമാറ്റം നടത്താനായിട്ട് കഴിയും. പക്ഷേ ചില സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ്, അവിടെ സംസ്കാരവും അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളൊക്കെ വരുമ്പോൾ അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുക എന്നുള്ള വലിയൊരു വെല്ലുവിളിയായിട്ട് മിക്കപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദിവാസി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രാദേശികമായ പ്രദേശങ്ങളിലെ അവരെ ഭക്ഷണ രീതികൾ, അവിടെയുള്ള മധുര പലഹാരങ്ങൾ, അവരെ കലകളിലുള്ള ചില ഇതൊക്കെ അത് നമുക്കൊരൊറ്റ വാക്കിൽ നമ്മുടെ തെയ്യം ഇപ്പോൾ എങ്ങനെ നമുക്ക് മറ്റുള്ള ഭാഷകളിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും? അതിന് ഒരു അടിക്കുറിപ്പ് എത്ര കൊടുത്താലും അത് പൂർണ്ണത വരാനുള്ളൊരു സാധ്യതയില്ല.
അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു മൊഴിമാറ്റത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ളൂ. അല്ലാത്തൊരു വലിയ ഈ വാക്കുകളുടെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ ഒരു ദിവസങ്ങളോളം ആ ഒരു വാക്കിന് വേണ്ടി ഇരിക്കേണ്ടിയൊക്കെ വരാറുണ്ട്. മിക്കപ്പോഴും അതില്ലാതെ തന്നെ ഒരു ഒഴുക്കോട് കൂടി നമുക്കത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു സന്തോഷകരമായിട്ടുള്ള അനുഭവം തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ വിവർത്തനങ്ങൾ വായിച്ചവരൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഹിന്ദി കൃതിയാണെന്ന് വായിക്കുമ്പോൾ തോന്നുന്നില്ല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കൂടുതൽ ചെയ്യാനായിട്ട് മിക്കപ്പോഴും പ്രേരണ നൽകുന്നതാണ്. പിന്നെ ഞാൻ ഏത് കൃതികളും എടുത്ത് വിവർത്തനം ചെയ്യുന്നൊരു രീതിയിലേക്ക് പോയിട്ടില്ല. എന്തെങ്കിലും പ്രത്യേക വിഷയമുള്ള പ്രത്യേകം ശ്രദ്ധേയമായിട്ടുള്ള വേറിട്ട് നിൽക്കുന്ന കൃതികൾ കണ്ടെത്തി വിവർത്തനം ചെയ്യുക എന്നുള്ളതിലേക്കാണ് പോയിട്ടുള്ളത്. അതും ഞാനൊരു 50 വയസ്സായതിനു ശേഷമാണ് ഈ മേഖലയിലേക്ക് യാദൃച്ഛയായിട്ടും വന്നുപെട്ടത്. അതുകൊണ്ട് തന്നെ വിവർത്തനം ചെയ്യുന്ന കൃതികളുടെ എണ്ണം കുറവാണ്. വാരി വലിച്ച് ചെയ്യാന്നുള്ളൊരു സ്വഭാവം എനിക്കില്ല. താങ്ക് യു. ഈ ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞു നിർത്തിയൊരു കാര്യം, ഞാൻ വേറൊരു കാര്യമാണ് പറയാൻ വന്നത്, പക്ഷേ അതും കൂടെ പറയാം. ഈ ഒരു കൃതിയുടെ വിവർത്തനം വായിക്കുമ്പോൾ അത് വിവർത്തനമാണെന്ന് തോന്നരുത്. ഒറിജിനൽ ആ സങ്കല്പം തന്നെ വല്ലാതെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം മലയാളത്തിലെ വലിയ കവിയും വിവർത്തകനുമായിട്ടുള്ള ആറ്റൂർ രവിവർമ്മ ആണ് ആ ഒരു വെളിച്ചം ഞങ്ങളുടെയൊക്കെ തലയിൽ ആദ്യം കയറ്റുന്നത്. ഞാൻ ആറ്റൂർ മാഷ് ആ വാദം ഉന്നയിക്കുന്നതിന് മുമ്പ് വരെ ഞാനിങ്ങനെ തന്നെയാണ് ധരിച്ചിരുന്നത്. ഞാൻ മലയാളത്തിൽ ടോട്ടോച്ചാൻ എന്നുള്ള വളരെ ബെസ്റ്റ് സെല്ലറായ പുസ്തകം വിവർത്തനം ചെയ്ത ഞാനാണ്. അതിൽ ധാരാളം കോപ്പികൾ ഇപ്പോഴും ആളുകൾ വായിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള മറ്റുള്ളവർ പറയുന്നത് ഞാൻ തന്നെയും വിചാരിക്കുന്നത് അത് നല്ല ഒറിജിനൽ പോലെ ഇരിക്കുമല്ലോ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ആ ഒരു സന്തോഷത്തെ വല്ലാതെ കെടുത്തുന്ന ഒരു സാംസ്കാരിക വാദമാണ് ഈ ഒറിജിനൽ പോലെ ഇരിക്കരുത്, അത് വേറൊരു സംസ്കാരത്തിൻ്റെ തന്നെ ആയിരിക്കണം. അത് ഇപ്പം തമിഴ് മാഷ് പറയുന്ന ആറ്റൂർ മാഷ് പറയുന്ന തമിഴ് അത് മലയാള കൃതിയാണെന്ന് തോന്നരുത്. അത് തമിഴ് സംസ്കാരം. ഇപ്പോൾ പുളിമരത്തിൻ കഥയിൽ പുളിമരങ്ങളൊരു ഡ്രൈ ലാൻഡിൽ വളരുന്ന പുളിമരം, ട്രോപ്പിക്കൽ അല്ലാത്ത കാലാവസ്ഥ വളരുന്ന വലിയ പുളിമരങ്ങൾ, അത് അങ്ങനെ തന്നെ ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. അത് വലിയ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഒരു പക്ഷേ അതൊരു പ്രധാന രാഷ്ട്രീയ ആശയം കൂടാണ് വിവർത്തനത്തിൽ. മറ്റേത് നമ്മുടെ കൊളോണിയലായ ഒരു സാമാന്യ ബോധത്തിൽ നിന്നായിരിക്കും ഒറിജിനൽ. ഇപ്പം നമ്മളിപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ആഖ്യാനങ്ങൾ വിവർത്തനം ചെയ്യുമെന്നുള്ള സെഷനിൽ ഏറ്റവും കൂടുതൽ ചർച്ച പ്രധാനമായും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള ഫിക്ഷൻ്റെ വിവർത്തനവും കഷ്ടിച്ച് തിരിച്ച് മലയാളത്തിലേക്കുള്ള വിവർത്തനവും. മറിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്ത് തമിഴിൽ നിന്ന് മലയാളം, കന്നഡ മലയാളം, അല്ലെങ്കിൽ ബാംഗ്ലയും ഒഡിയയും, അല്ലെങ്കിൽ മറാഠിയും പിന്നെ തെലുഗു, ഇങ്ങനെ മാത്രമല്ല ഈ ഭാഷകളൊക്കെ തമ്മിലൊക്കെ ഒരുപാട് കാലത്തെ പരസ്പര ബന്ധങ്ങളും ഒരു വാസ്തവത്തിൽ ഭാഷകളുടെ അതിർത്തികളുടെ അവിടെ കലർന്ന ഭാഷ. ഇപ്പം ഫാത്തിമ വരുന്നത് തലശ്ശേരി ഭാഗത്താണ്. കാസർഗോഡ് ഭാഗത്തുള്ള മലയാളം എന്ന് പറയുന്നത് കന്നഡവും മലയാളവും കലർന്നതാണ്. അപ്പോൾ ഭാഷകൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു വല്ലാതൊരു മൾട്ടിപ്പോളറായിട്ടുള്ള ഒരു മാജിക്കാണ് മനുഷ്യൻ്റെ വിനിമയത്തിൽ. അപ്പോൾ ആ മാജിക്കിനാണ് നമ്മൾ തൊടുന്നത്. എനിക്കൊന്ന് ആധുനിക കാലത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഞാനടുത്ത് വായിച്ചതാണ് വളരെ വർഷങ്ങൾക്ക്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വാസ്തവത്തിൽ പുതിയൊരു ഓതറയാണ്, ഒരു വെർച്വൽ ഓതറയാണ്. ഈ വിവർത്തനങ്ങളിലൂടെ നമ്മൾ സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ റിൽക്കെ, ഇപ്പം നമ്മളെല്ലാം കവികളെല്ലാം വലിയ പാഷനറ്റായിട്ട് വായിക്കുന്ന റിൽക്കെ, നമ്മൾ വായിക്കുന്ന ഇംഗ്ലീഷ് റിൽക്കെയാണ്, ജർമ്മൻ റിൽക്കെ അല്ല. അപ്പോൾ ഇംഗ്ലീഷ് റിൽക്കെ എന്ന് പറയുന്നൊരു വെർച്വൽ ഓതറാണ്. നമ്മൾ ഒരു കൃതിയുടെ മിറർ ഇമേജ് സൃഷ്ടിക്കുന്ന പറയുന്നൊരു വാദമുണ്ട്. ആ മിറർ ഇമേജ് വഴി നമ്മൾ വെർച്വൽ ഓതറയാണ്. ഷേക്സ്പിയർ ഈസ് എ വെർച്വൽ ഓതർ ഫോർ ദ കൊളോണിയൽ പീപ്പിൾ. നമ്മൾ ഇപ്പോൾ ഈ കൊളോണിയൽ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് സാഹിത്യത്തെക്കുറിച്ചുള്ള നരേറ്റീവിനെ നമ്മളൊരു വെർച്വൽ ഓതർഷിപ്പിൻ്റെ ചരിത്രമായിട്ട് വേണം കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ വിവർത്തകർ അഡ്രസ്സ് ചെയ്യേണ്ട. ഇപ്പോൾ എനിക്കൊന്ന് ഫിക്ഷൻ്റെ വിവർത്തനത്തിൽ മാത്രമല്ല, എല്ലാത്തിനും നോൺ ഫിക്ഷൻ്റെ വിവർത്തനത്തിലും ഇതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ടെക്സ്റ്റ്, നമ്മൾ സർഗാത്മക കൃതി പ്രവൃത്തിയാണെന്ന് തന്നെ കരുതണം വിവർത്തകർ. അത് കാവ്യവിവർത്തകർ അങ്ങനെ കരുതുകയുള്ളൂ. കാര്യം കവികളെ വിവർത്തനം ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഫിക്ഷൻ വിവർത്തനം ചെയ്യുന്ന പറയുന്നത് പലപ്പോഴും ഞങ്ങൾ ട്രാൻസ്ലേറ്റേഴ്സ് ആണെന്ന് പറയുന്ന ഒരു വാദം, ഒരു ന്യൂട്രൽ വാദം അറിഞ്ഞോ അറിയാതെ കൊണ്ട് നടക്കുന്നത്. അത് ശരിയല്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ജയശ്രീ കളത്തിലിനോ സന്ധിക്കോ കോമൺ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണത്, ഒരു വെർച്വൽ ഓതറിൻ്റെ ടെക്സ്റ്റാണത്. അല്ലെങ്കിൽ ഫാത്തിമയ്ക്കോ പിന്നെ സുഭാഷ് ചന്ദ്രനും കൂടെ ചേർന്നിട്ടുണ്ടാക്കുന്ന ഒരു പുതിയ വെർച്വൽ ഓതർഷിപ്പുള്ള ടെക്സ്റ്റായിട്ട് അങ്ങനെ ഒരു കാഴ്ച, അതാണ് നമ്മൾ ഒരു ആൻറ്റി കൊളോണിയലായ ഒരു ആക്റ്റാക്കി മാറ്റേണ്ട. അങ്ങനെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യൻ ഭാഷകൾ ഒന്നിച്ചിരിക്കണം എന്നുള്ളതാണ്. എത്ര പേർക്ക് നമ്മൾ പാറ്റൂരിനെ പോലെ ചില കൃതികൾ തമിഴിൽ നിന്ന് എത്ര കൊള്ളാതെ നോവൽ മലയാളത്തിൽ വന്നിട്ടുണ്ട്. പണ്ട് പ്രത്യേക രാഷ്ട്രീയ കാലഘട്ടത്തിൽ ബംഗാളിൽ നിന്ന് വന്നിട്ടുണ്ട്. ബംഗാളി പഠിച്ച് നമ്മുടെ ഇന്ത്യൻ ഭാഷകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചിട്ട് വിവർത്തനം ചെയ്യുന്ന ഒരു സംസ്കാരം നമുക്കില്ല.
കഴിഞ്ഞ ദിവസം തെലുങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. തെലുങ്കിൽ നിന്ന് വാസ്തവത്തിൽ പ്രോപ്പറായ ട്രാൻസ്ലേഷൻ വന്നിട്ടേ അല്ല കൊള്ളാമെന്ന്. ശ്രീ എന്ന് പറയുന്ന കവി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടേ ഇല്ല മലയാളത്തിൽ, എൻ്റെ അറിവിൽ. ഇംഗ്ലീഷിലാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വിവർത്തകർ അവരുടെ അനുഭവത്തെക്കാൾ, അവരുടെ സബ്ജക്റ്റീവായ അനുഭവത്തെക്കാൾ ഒബ്ജക്റ്റീവായ ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി പറഞ്ഞത് അത്രയും. അൻവറിനോട് ഒരു കാര്യം പറയാനുണ്ട്, അൻവറിനോടല്ല സദസ്സിനോട് തന്നെ. തമിഴിൽ നിന്ന് ദിശതോറും ദ്രാവിഡം എന്ന പേരിൽ ഇപ്പോഴത്തെ സ്റ്റാലിൻ ഗവൺമെൻറ് ഒരു ദ്രാവിഡ കോൺഷ്യസ്നെസ് ഉണ്ടാക്കാനായിട്ട്, ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കാനായിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൽ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് കൃതികൾ പരിഭാഷ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന ഒരു പരിപാടിയുടെ മലയാളം കോർഡിനേറ്ററാണ് ഞാൻ. അവിടെ ഇരിക്കുന്ന VC തോമസ് അടക്കമുള്ള DC ഉണ്ട്, പിന്നെ മാതൃഭൂമിയുണ്ട്, ലോഗോസ് ഉണ്ട്, മനോരമ ബുക്സ് ഉണ്ട്. ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ എല്ലാം കൂടി 21 പുസ്തകങ്ങൾ ഞാൻ വഴി ഇവരെല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്ക് തമിഴിലുള്ള അങ്ങ് ഏറ്റവും പഴയ കുരൾ തുടങ്ങിയുള്ള, അല്ലെങ്കിൽ അറിയപ്പെടാത്ത തമിഴ് ഇതുപോലെയുള്ള ശരിക്കുള്ള സെമിനൽ ടെക്സ്റ്റ്, നോൺ ഫിക്ഷനും പിന്നെ ഫിക്ഷനും ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ മലയാളം മാർക്കറ്റിലുണ്ട് 21 പുസ്തകങ്ങൾ. അതൊരു തുടക്കം മാത്രമാണ്. മലയാളത്തിൽ നിന്ന് തമിഴിലേക്കും, അതുപോലെ ഇത് മലയാളത്തിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, കന്നഡയിൽ നിന്നും തെലുങ്കിൽ നിന്നും ഉണ്ട്, ദ്രാവിഡമാണ് ആ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേരള സർക്കാർ അത് മുൻകൈ എടുത്ത് പ്ലാൻ ചെയ്ത് നടപ്പാക്കണം. സ്റ്റാലിൻ ചെയ്തൊരു മോഡലുണ്ട്, അത് വെച്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹവും ഒരു നിർദ്ദേശവും എനിക്കുണ്ട്. ഈ കാര്യത്തിൽ എനിക്ക് തോന്നിയുള്ളൊരു കാര്യം, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാം, സാഹിത്യ അക്കാദമി മലയാളം കൃതികൾ ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ടുള്ള ബുക്കുകൾ കുറേ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണം. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. അവിടെ നിന്ന് ഇപ്പോൾ കേരളം ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ട കൃതികളുള്ള സംസ്ഥാനം. ബംഗാളികൾ ഇത് സ്വീകരിക്കാൻ സന്നദ്ധരാണോന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല. ഞാൻ പറയുന്നത് നമ്മൾ വിവർത്തനം ചെയ്യുന്നത് നമുക്ക് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മളൊക്കെ ചെയ്യുന്നത് ഇംഗ്ലീഷിൽ നിന്നാണ്. ഞാൻ പറയുന്നത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ ആലോചിച്ചു, അത് പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ അക്കാഡമി സെക്രട്ടറി ആയിരുന്ന ദാമോദര മാഷ് നേരിട്ട് മറാഠിയിൽ നിന്നാണ് വിവർത്തനം ചെയ്തത്. ശങ്കര മാഷ് സംസ്കാര കന്നഡയിൽ നിന്ന് നേരിട്ട് വിവർത്തനം ചെയ്തു. സുനിൽ ഞാളിയത്ത് ഇപ്പോൾ എനിക്ക് പകരം ഇരിക്കേണ്ട ഒരാൾ സുനിൽ ഞാളിയത്താണ്, ബംഗാളിൽ നിന്ന് നേരിട്ടാണ്. മറ്റതൊക്കെ ഇംഗ്ലീഷ് കൂടെയാണ് പ്രായോഗികമായിട്ടൊരു കാരണം ഉണ്ടാവാം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ അവർ സ്വീകരിക്കാൻ ഇപ്പം ബംഗാളികളുടെ ഈഗോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പരാതി കേട്ടിട്ടുണ്ട്. നമ്മൾ വെറുതെ അച്ചടിച്ചോണ്ട് ഇവിടെ അച്ചടിച്ച് ബുക്കുകൾ കെട്ടിക്കിടന്ന് ഞാൻ പറയുന്നത്. നമുക്ക് ദ്രാവിഡത്തിൽ ചെയ്യാമല്ലോ. ദ്രാവിഡം ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിൽ തമിഴന്മാർക്ക് ആവശ്യമുണ്ട്. ഇത് പ്രായോഗികമായിട്ട് ദ്രാവിഡത്തിൽ ചെയ്യാം. മലയാളത്തിൽ നിന്ന് തമിഴിലേക്കും പിന്നെ കന്നഡത്തിലേക്കും വലിയ ആൾക്കാർ ഈഗറായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നൊരു സംഗതിയിൽ മറ്റേ മനോജ് കുരൂർ പറഞ്ഞൊരു സംഭവം ഓർമ്മയില്ലേ? എല്ലാവരും വളരെ സബ് നാഷണലിസ്റ്റിക് ആയിട്ടിരിക്കുകയാണ് വാസ്തവത്തിൽ. അൻവറിൻ്റെ ചോദ്യത്തിന് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എഴുത്തുകാർ മിക്ക ആൾക്കാരും പറയും ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ, ഇപ്പോൾ ഇവിടുത്തെ പാനലിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല. അതുകൊണ്ട് ബൈ ആക്സിഡൻറ്റ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ അധികം ഉള്ളത്. പക്ഷേ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ ഈ പോപ്പുലാരിറ്റി കേരളത്തിലേക്ക് വന്ന് പലപ്പോഴും ഞങ്ങൾ പല ഇൻ്റർവ്യൂവിനും പോകുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഇത് റിപ്ലിക്കേറ്റ് ചെയ്യുക. ഇപ്പം മുമ്പ് മറാഠിയിലുണ്ടായിരുന്നു ഒരുപാട് ട്രാൻസ്ലേറ്റേഴ്സ് ഒരുപാട് ട്രാൻസ്ലേഷൻസ് ഒരുപാട് ശ്രദ്ധ കിട്ടുന്ന ട്രാൻസ്ലേഷൻസ് വന്നിരുന്നു. നാഷണലി ശ്രദ്ധ കിട്ടുന്ന തമിഴ് വന്നിരുന്നു, ബംഗാളി കുറേ കാലം. അപ്പം നമ്മൾ പലപ്പോഴും പറയൂ ഈ പല ഭാഷകളും ഇങ്ങനെ ഒരു ഹെജ്മോണിക് പൊസിഷനിൽ പല ഘട്ടത്തിലും പല ടിയറായിട്ട് നിന്നിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഒരു മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പോയി മലയാളത്തിൻ്റെ എങ്ങനെ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യും, മലയാളത്തിൽ നിന്ന് എന്താ എത്ര പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ പ്രത്യേകതയുള്ളൂ, മലയാളം അത്രമേൽ വിവർത്തനങ്ങൾ വായിച്ച് ഉണ്ടായി വന്നൊരു ഭാഷയാണെന്നുള്ളതുകൊണ്ടാണ്. വിവർത്തനത്തിലൂടെ ഉരുത്തിരിഞ്ഞു എന്ന സാഹിത്യകൃതികളും ജാനേഴ്സും സാമൂഹ്യബോധവും
അമൃതവും ജ്ഞാനമണ്ഡലവും എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെ വന്നതാണെന്നാണ് കണക്കാക്കുന്നത്. സാഹിത്യ ചരിത്രം അതൊന്നും റെക്കോർഡ് ചെയ്തില്ലെങ്കിലും തീർച്ചയായും മലയാളി കാണാതെ പോയ ഒരു ചരിത്രം കൂടിയാണ് വിവർത്തനത്തിൻ്റെ ചരിത്രം. മലയാളി ഉണ്ടാക്കിയതും വിവർത്തനത്തിൻ്റെ ചരിത്രം തന്നെ. അതുകൊണ്ടാണ് ഞാൻ കലർപ്പ് എന്ന് ആദ്യം തന്നെ തുടക്കത്തിൽ പറഞ്ഞത്. ഒരു പ്രത്യേകത ഇപ്പോൾ ശീലമൊക്കെ ഉണ്ടെങ്കിൽ പറയും, തീർച്ചയായും ഇംഗ്ലീഷിലേക്ക് വരുന്നതോടുകൂടി കിട്ടുന്ന ഒരു റൈറ്ററിന് കിട്ടുന്ന ഒരു പ്രൊഫൈൽ ഉണ്ടല്ലോ, ഒരു പ്രൊഫൈൽ ചേഞ്ച് ഉണ്ടല്ലോ. ആ പ്രൊഫൈൽ ചേഞ്ച് കൊണ്ട് തന്നെ ആയിരിക്കണം പലപ്പോഴും ഭാഷകളിലുള്ള ഇന്ത്യൻ ഭാഷകളിലുള്ള ട്രാൻസ്ലേഷൻസ് ഇന്ന് കുറച്ച് കാലത്തിന് മുമ്പേക്കാളും, ഇന്ന് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കാലത്തിനേക്കാളും കുറച്ചുണ്ടായിരുന്നതിനേക്കാളും ഒരു 3-4 വർഷത്തിന് മുമ്പേക്കാളും ഒരുപാട് ട്രാൻസ്ലേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ പലപ്പോഴും ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു കൃതി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ അറിയപ്പെടാത്ത റൈറ്റർ ആണെങ്കിൽ തീർച്ചയായും അത് മറ്റൊരു ഭാഷയിലേക്കും മറ്റൊരു ഇന്ത്യൻ ഭാഷയിലേക്കും വരുന്നുണ്ട്. അപ്പോൾ അതൊരു അങ്ങനെയുള്ളൊരു ട്രാൻസ്ലേഷണൽ കോൺഷ്യസ്നെസ് മുമ്പ് എന്തായിരുന്നു സാഹിത്യ അക്കാദമിയും ബുക്ക് ട്രസ്റ്റും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവരുണ്ടാക്കിയെടുത്ത് ഇങ്ങനെയുള്ള ട്രാൻസ്ലേഷൻസ്, ഒരുപാട് ട്രാൻസ്ലേഷൻസ്, പിന്നെ ആനുകാലികങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടായിരുന്ന ഒരുപാട് ട്രാൻസ്ലേഷൻസ് എന്നുള്ള നിലയിൽ ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള ട്രാൻസ്ലേഷൻസ് കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വീണ്ടും അതിൻ്റെ ഒരു റീസർജൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ തീർച്ചയായും നിങ്ങൾ ഇംഗ്ലീഷിനെയും കൂടി കൺസിഡർ ചെയ്യണം. ഇംഗ്ലീഷ് കൊടുക്കുന്ന ഒരു പ്രൊഫൈൽ അതിലുണ്ട്. അല്ല ഞാൻ അതല്ല പറഞ്ഞത്, അതുണ്ട് തീർച്ചയായും. ഷീലക്കൽപ്പം പറയാൻ പറ്റും. ഒരു മിനിറ്റ് മാഡം, ഞാൻ അതുകൂടി പറഞ്ഞു നിർത്താം. അൻവർ മാഷ് പറഞ്ഞതിനൊന്ന് സപ്ലിമെൻറ്റ് ചെയ്യണം. അതായത് ഒരു കാലത്ത് രവിവർമ്മ, പിന്നെ MN സത്യാർത്ഥി, VD കൃഷ്ണൻ നമ്പ്യാർ, ഇവരൊക്കെ നമ്മുടെ എന്താ പറയുക MT യോളം തന്നെ ഉയർന്ന എഴുത്തുകാരായിരുന്നു. അവരുടെയൊക്കെ ഇപ്പോൾ നോവലുകൾ പറയുകയാണെങ്കിൽ താരാശങ്കർ ബാനർജിയുടെ ഗണദേവത, ജരാസന്ധൻ്റെ ഭീതിപീഠം, അമൃതാപ്രിയത്തിൻ്റെ പോക്കറ്റ് അടിക്കാർ, ശ്രീകൃഷ്ണ അലനഹള്ളിയുടെ ഭുജംഗൻ്റെ ആ ദശാവതാരങ്ങളുടെ ചിത്രങ്ങളെക്കുറിച്ച് പോലും ഇപ്പോൾ ചർച്ചയുണ്ട്. ASൻ്റെ ചിത്രങ്ങൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരുപാട് കഥകൾ, സീമാബദ്ധ, ബംഗാളിൽ ചില നോവലുകളൊക്കെ വായിക്കാൻ വേണ്ടി മാത്രം മാതൃഭൂമി കാത്തിരിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അൻവറിനോട് ഞാൻ യോജിക്കുകയാണ്. അതായത് അതിൽ നിന്ന് നമ്മൾ കുറേ അധികം പുറകോട്ട് പോയി. ഇപ്പോൾ ഇറങ്ങുന്ന മലയാള തർജ്ജമകൾ, അതിൻ്റെ മറ്റ് ഭാഷകളിൽ നിന്നുള്ള രാമസ്വാമിയുടെ തമിഴിൽ നിന്നുള്ള തർജ്ജമകൾ ഒരുപാടുണ്ട്. ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ സമയം കളയണ്ട. ആ തട്ടിൽ നിന്ന് നമ്മൾ ഒരുപാട് താഴെ പോയി. അതേ സമയത്ത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള മൈഗ്രേഷൻ കൂടുകയും ചെയ്തു. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. ഇതൊക്കെ വായനയുടെ ചില രീതികളാണ് ഇവരൊക്കെ കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ള, ഞങ്ങളെ കൊണ്ട് ഇതേ പറ്റുള്ളൂ. കാരണം മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ യാതൊരു പ്രാവീണ്യവും ഇല്ല. അതുകൂടി ഉണ്ട്. ഒരു പ്രശ്നം കഴിഞ്ഞുവല്ലോ. ആർക്കെങ്കിലും ഞാൻ ചോദിക്കാനില്ലല്ലോ. ലെറ്റ്സ് വൈൻഡ് അപ്പ്. വൈൻഡിങ് അപ്പ്. അപ്പോൾ ഓക്കെ. സോ താങ്ക്സ് ടു ഓൾ ഓഫ് യു. ഞങ്ങളെ ഇത്രയും നേരം സഹിച്ചതിനും കേട്ടതിനും ചോദ്യം ചോദിച്ചതിനും ഞങ്ങളും എൻജോയ് ചെയ്തു. കാരണം ഇതുപോലെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് ഒന്നിച്ച് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കാൻ എപ്പോഴും ഒന്നും സാധിക്കാറില്ല. ഞങ്ങളും ശരിക്കും എൻജോയ് ചെയ്തു ഈ സെഷൻ. സോ താങ്ക് യു വെരി മച്ച്.